സിസ്റ്റം, വിസർജന വ്യവസ്ഥ അല്ലെ. ഓക്കെ, 15 20 പേരെങ്കിലും എത്തിച്ചു. ഓക്കെ, 18 19 ഓക്കെ 20 ഓക്കെ 21. നമുക്ക് തുടങ്ങാം. അപ്പൊ മനുഷ്യന് മനുഷ്യ ശരീരത്തില് എത്ര എക്സ്ക്രീറ്ററി അവയവങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കംപ്ലീറ്റ്ലി ഓഡിബിൾ ആണല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? പറയട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞേ, മനുഷ്യ ശരീരത്തിൽ എത്ര എക്സ്ക്രീറ്ററി അവയവങ്ങളുണ്ട് ഒന്ന് പറയാമോ? എത്ര എണ്ണുണ്ട്? പറയട്ടെ, നിങ്ങൾ പറയൂ, ഇതിന്റെ ഉത്തരം പറ. 3 ആണോ? 3 അല്ല, 4 ആണ്. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ എത്ര എക്സ്ക്രീറ്ററി അവയവങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 4 ആണ്. അപ്പൊ എന്തൊക്കെയാണ് എക്സ്ക്രീറ്ററി അവയവങ്ങൾ? ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഏതൊക്കെയാണ്? കിഡ്നി ഉണ്ട് അല്ലെ? കിഡ്നി ഉണ്ട്, പിന്നെ ലങ്സ് ഉണ്ട്. കിഡ്നി ഉണ്ട്, ലങ്സ് ഉണ്ട്, കിഡ്നി ഉണ്ട്, ലങ്സ് ഉണ്ട്, ലിവർ ഉണ്ട്, പിന്നെ സ്കിൻ ഉണ്ട്. കിഡ്നി ഉണ്ട്, ലങ്സ് ഉണ്ട്, കിഡ്നി ഉണ്ട്, ലങ്സ് ഉണ്ട്, ലിവർ ഉണ്ട്, പിന്നെ സ്കിൻ ഉണ്ട് അല്ലെ? അപ്പൊ മനുഷ്യ ശരീരത്തിൽ മൊത്തം 4 വിസർജന അവയവങ്ങളാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിൽ മൊത്തം 4 എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? സ്കിൻ എന്ന് പറയുമ്പോൾ ലവണം, പിന്നെ വെള്ളം, ഇതെല്ലാം സ്കിൻ എന്ത് ചെയ്യുന്നു? വേസ്റ്റ് ആയിട്ട്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ആയിട്ട് പുറന്തള്ളുന്നു. ഇനി ലങ്സ് എന്ത് എക്സ്ക്രീറ്ററി മെറ്റീരിയലാണ് പുറന്തള്ളുന്നത്? ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ആണ് പുറന്തള്ളുന്നത്. ഇനി കിഡ്നി എന്താ ചെയ്യുന്നത്? യൂറിൻ പുറന്തള്ളുന്നു. ലിവറും എന്ത് ചെയ്യുന്നു? എക്സ്ക്രീഷനെ സഹായിക്കുന്നു. അങ്ങനെ മനുഷ്യ ശരീരത്തിൽ മൊത്തം 4 എക്സ്ക്രീറ്ററി അവയവങ്ങളുണ്ട്. ഇത് PDF കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? PDF കാണാമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷകഘടകങ്ങളുടെ മെറ്റബോളിസം, നാം കഴിക്കുന്ന ആഹാരത്തില് എന്താണ് പ്രോട്ടീൻ കണ്ടന്റ്, പോഷകഘടകങ്ങളുടെ മെറ്റബോളിസത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അമോണിയ, നൈട്രിക് വേസ്റ്റ് ഉണ്ടാവും. നൈട്രിക് വേസ്റ്റ് എന്ന് പറയുമ്പോൾ അമോണിയ ഉണ്ടാവും, പിന്നെ അമിനോ ആസിഡ് ഉണ്ടാവും. ഇതെല്ലാം കരളിലാണ് ഫോം ചെയ്യുന്നത്. നാം കഴിക്കുന്ന ആഹാരത്തിന്റെ ഫലമായിട്ട്, നാം കഴിക്കുന്ന ആഹാരം മെറ്റബോളിക് പ്രോസസ് നടന്ന് ബ്രേക്ക് ഡൗൺ ആയി കഴിയുമ്പോൾ അതിൽ ആവശ്യമുള്ളത് ശരീരത്തിൽ അബ്സോർബ് ചെയ്തിട്ട് ബാക്കി വരുന്നത് അമോണിയ വേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഈ അമോണിയ വേസ്റ്റ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഇത് PSC ചോദിച്ചിട്ടുണ്ട്. അമോണിയ വേസ്റ്റ് എവിടെയാണ് ഫോം ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ്? കരളിലാണ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കരളിനെ പറ്റിയുള്ള പഠനം എന്ത്? നമുക്കറിയാം കരളിനെ പറ്റിയുള്ള പഠനം ഒന്ന് പറയാമോ? കരളിനെ പറ്റിയുള്ള പഠനം എന്താണ്? ആരെങ്കിലും പറഞ്ഞേ. ഹെപ്പറ്റോളജി. കറക്റ്റ് ആണ്. കരളിനെ പറ്റിയുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. ഇനി കരളിന്റെ വെയിറ്റ് 1500 ഗ്രാം. കരളിന്റെ വെയിറ്റ് 1500 ഗ്രാം. ഓക്കെ, നമുക്ക് അത് പഠിക്കാം. അതിനു മുമ്പ് ഉയർന്ന പടിയിലുള്ള ജന്തുക്കളുടെ വിസർജന അവയവമാണ് വൃക്ക അല്ലെങ്കിൽ കിഡ്നി. ദാറ്റ് മീൻസ് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ജന്തുക്കളുടെ വിസർജന അവയവമാണ് കിഡ്നി. പക്ഷികളുടെയും ഉരഗങ്ങളുടെയും തവളകളുടെയും വിസർജനാവയവം കിഡ്നിയാണ്. അപ്പോ ഇതിനകത്ത് വിസർജ്യ വസ്തുക്കൾ റിലീസ് ചെയ്യുന്ന ആ ഒരു ഇത് വെച്ചിട്ട് ഓരോന്നിനെ അമോണോടെലിക്, യൂറിയോടെലിക്, യൂറിക്കോടെലിക് ഇങ്ങനെ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് PSC ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അമോണോടെലിക്, യൂറിയോടെലിക്, അങ്ങനെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് പഠിക്കണം, കൃത്യമായിട്ട് തന്നെ അത് പഠിക്കണം. അപ്പൊ ഒന്നാമത്തത് അമോണോടെലിക് ആണ്. അമോണോടെലിക് അമോണിയയുടെ രൂപത്തിൽ വേസ്റ്റ് പുറന്തള്ളുന്ന ജീവികളാണ് ഏത്? അമോണോടെലിക്. ഓക്കെ, അമോണിയയുടെ രൂപത്തിൽ വേസ്റ്റ് പുറന്തള്ളുന്ന ജീവികളാണ് അമോണോടെലിക്. അതിന് എക്സാമ്പിൾ ആണ് മത്സ്യവും സ്പോഞ്ചും. അമോണിയയുടെ രൂപത്തിൽ വേസ്റ്റ് പുറന്തള്ളുന്നത് അമോണോടെലിക്. അതിന് എക്സാമ്പിൾ ആണ് മത്സ്യവും സ്പോഞ്ചും. അപ്പോ ഈ ഐറ്റം നമ്മൾ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് തിരിഞ്ഞു പോകുന്ന ഐറ്റമാണ്, കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി PSC ഓപ്ഷൻ ഇടുന്ന ഐറ്റമാണ്. അതുകൊണ്ട് പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. കുഞ്ഞു കഥകൾ പറഞ്ഞു തരും, അതൊന്ന് ക്യാച്ച് ചെയ്ത് വെച്ചോളുക. ഓക്കെ, നമ്മള് മീന് വാങ്ങാൻ പോകും അല്ലെ? നമ്മള് മത്സ്യം വാങ്ങാൻ ചന്തയിൽ പോകും. അങ്ങനെ മത്സ്യം വാങ്ങാൻ ചന്തയിൽ പോകുമ്പോഴത്തേക്കും അവിടെ മീൻ വിൽക്കുന്ന സ്ത്രീ ഇരിപ്പുണ്ട്. അവരുടെ ആ ഒരു വലിയ പാത്രത്തിനകത്ത് മീൻ വെച്ചിരിക്കും. ആ വലിയ പാത്രത്തിനകത്ത് മീൻ വെച്ചിരിക്കും. അത് ഐസിട്ട മീനാണ്. അമോണിയ ഇട്ട മീനാണ്.
അമോണിയ ഇട്ട മീനാണ്. ഓക്കെ, അമോണിയ ഇട്ട മത്സ്യമാണ്. ഇനി ആ ഐസ് അതിനകത്ത് കിടന്ന് ഉരുകി വെള്ളം ഉണ്ടാവും അല്ലെ, ഐസ് അതിനകത്ത് ഉരുകിയിട്ട് വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് കളയാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ഒരു സ്പോഞ്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ടാവും. ആ വെള്ളത്തെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് കളയാൻ വേണ്ടി ഒരു സ്പോഞ്ച് ഇട്ടിട്ടുണ്ടാവും. ആ സ്പോഞ്ച് പിഴിഞ്ഞ് എന്ത് ചെയ്യും, വെള്ളം പുറത്ത് കളയും. മനസ്സിലായില്ലേ? അപ്പോ ഒന്നുകൂടെ, അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു എന്താണ്, ആ മീൻ ഇട്ടിരിക്കുന്നത് ആ അമോണിയ കണ്ടന്റ് അടങ്ങിയ ഒരു പാത്രത്തിലാണ്. അമോണിയ കണ്ടന്റ് അടങ്ങിയ പാത്രത്തിലാണ്, ഐസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, വെള്ളം പുറത്ത് കളയാൻ വേണ്ടി സ്പോഞ്ചും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോ അമോണിയ, ആ വാക്ക് കിട്ടി, അമോണിയ, അമോണോടെലിക്, അമോണിയ, അമോണോടെലിക്. അപ്പോ മത്സ്യവും സ്പോഞ്ചും, മത്സ്യവും സ്പോഞ്ച് എന്ന ജീവിയും, മത്സ്യവും സ്പോഞ്ച് എന്ന ജീവിയും എന്താണ്, അമോണോടെലിക് ആണ്. ഓക്കെ, അടുത്തത് നോക്കേണ്ടത് യൂറിക്കോടെലിക് ഏതെന്ന് ആദ്യം നോക്കാം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് യൂറിക്കോടെലിക് ഏതെന്ന് നോക്കാം. ഓക്കെ, അപ്പോ യൂറിക്കോടെലിക് എന്ന് പറഞ്ഞാല് എന്താണ്, യൂറിക് ആസിഡിന്റെ രൂപത്തിൽ വിസർജ്യം പുറത്തുവിടുന്ന ജീവികളാണ് യൂറിക്കോടെലിക്. ഓക്കെ, അപ്പൊ യൂറിക്കോടെലിക് നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം, തിരിഞ്ഞു പോകാൻ പാടില്ല. ശ്രദ്ധിക്കുക. അപ്പോ അതിന്റെ എക്സാമ്പിൾ ഞാൻ വായിച്ചു തരാം. ഉരഗങ്ങള്, പ്രാണികള്, ഇവ മൂന്നുമാണ് യൂറിക്കോടെലിക്. ഓക്കെ അല്ലെ? അപ്പോ നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ടാവും. എല്ലാവരുടെ വീട്ടിലും കോഴി ഉണ്ടാകാൻ നിർബന്ധമില്ല. എന്തായാലും കോഴിയുള്ള വീട്ടിലെ ആൾക്കാർ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. കോഴി സൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാ, കൊക്കൊക്കൊക്കോ അല്ലെ, കൊക്കൊക്കൊക്കോ, അങ്ങനെയാണ് കോഴി സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ കോഴി എന്ത് ചെയ്യും, പ്രാണികളെ പിടിച്ചു തിന്നും അല്ലെ. കോഴി എന്ത് ചെയ്യും, പ്രാണികളെ പിടിച്ചു തിന്നും. കോഴി എന്താണ്, ഒരു പക്ഷിയാണ്. ഈ കോഴി എന്ത് ചെയ്യും, പ്രാണികളെ പിടിച്ചു തിന്നും. അതുപോലെ തന്നെ ചെറിയ അരണ അല്ലെങ്കിൽ ചെറിയ പല്ലി, അതിനെയൊക്കെ എന്ത് ചെയ്യും, ഈ കോഴി പിടിച്ചു തിന്നും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു കോഴി പക്ഷിയാണ്. ദെൻ ഉരഗങ്ങൾ, അരണയെ പറഞ്ഞു, പല്ലിയെ പറഞ്ഞു, ഉരഗങ്ങൾ. ഇനി കോഴി തിന്നും, കോഴിയും ഈ അരണയും അല്ലെങ്കിൽ പല്ലിയും എന്ത് ചെയ്യും, ചെറിയ പ്രാണികളെ പിടിച്ച് തിന്നും. അപ്പൊ ഈ പ്രാണികളെ തിന്നുന്നു ഉരഗങ്ങളെ തിന്നുന്നു പക്ഷി ഏതാണ് നമ്മുടെ പക്ഷി, കോഴിയാണ് അല്ലെ. നമ്മുടെ പക്ഷി കോഴിയാണ്. ഇതെല്ലാം തിന്നു കഴിഞ്ഞിട്ട് ഈ നമ്മുടെ പക്ഷിയായ കോഴി എന്ത് ചെയ്യും, കൊക്കോ എന്ന് എന്ത് ചെയ്യും, സൗണ്ട് ഉണ്ടാക്കും അല്ലെ. കൊക്കോ എന്ന് നമ്മള് വിളിക്കും. അപ്പൊ ആ കൊക്കോ ആണ് കണക്ട് ചെയ്യാനുള്ള വാക്ക്. അപ്പൊ അത് യൂറിക്കോടെലിക്. എന്താണ്, യൂറിക്കോടെലിക്, കൊക്കോ, യൂറിക്കോടെലിക്. പക്ഷി, ഉരഗങ്ങൾ, പ്രാണികൾ, അതെന്താണ്, യൂറിക്കോടെലിക്. അപ്പൊ നമുക്ക് അമോണോടെലിക് നമ്മൾ പറഞ്ഞു, മത്സ്യവും സ്പോഞ്ചും. കണക്ട് ചെയ്യാൻ വേണ്ടി ആ മത്സ്യം വിൽപ്പനക്കാരുടെ കഥ പറഞ്ഞു. യൂറിക്കോടെലിക്, കോഴിയുടെ കാര്യം പറഞ്ഞു, പക്ഷി, പിന്നെ ഉരഗങ്ങൾ, പ്രാണികൾ. ഇനി പഠിക്കാനുള്ളത് എന്താണ്, യൂറിയോടെലിക് വളരെ എളുപ്പമാണ്. ഈ യൂറിക്കോടെലിക്കും അമോണോടെലിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് യൂറിയോടെലിക് വളരെ എളുപ്പമാണ്. എന്താണ്, സസ്തനി എന്ന് പറഞ്ഞാൽ എന്താണ്, മാമൽസ്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്താൻ കഴിവുള്ളവയാണ് എന്ത് പറയുന്നത്, മാമൽസ് അല്ലെങ്കിൽ സസ്തനി എന്ന് പറയുന്നത്. പിന്നെ ഉഭയജീവി, യൂറിയോടെലിക് ആണ് മാമൽസ്. യൂറിയോടെലിക് ആണ് മാമൽസ്. പിന്നെ യൂറിയോടെലിക് ആണ് ഉഭയജീവി എന്ന് പറയുമ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ളവയാണ് എന്ത്, ഉഭയജീവികൾ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ക്രൊക്കഡോയിൽ അല്ലെ. അപ്പോ ഈ യൂറിക്കോടെലിക്കും അമോണോടെലിക്കും പഠിച്ച സ്ഥിതിക്ക് യൂറിയോടെലിക്ക് കൺഫേം ആയിട്ട് ഡൗട്ട് ഉണ്ടാവില്ല. ഇത് മൂന്നും ഇനി എന്തില്ല, സെറ്റായിട്ടിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ അമീബയുടെ വിസർജനാവയവം ഏത്? അമീബയുടെ വിസർജനാവയവം ഏതെന്ന് ചോദിച്ചാൽ അതാണ് കോൺട്രാക്ടൈൽ വാക്യൂൾ. ഓക്കെ, അമീബയുടെ വിസർജനാവയവം ഏതെന്ന് ചോദിച്ചാൽ അതാണ് കോൺട്രാക്ടൈൽ വാക്യൂൾ അല്ലെങ്കിൽ സങ്കോച ഫേനം. അപ്പൊ അമീബയുടെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാം. അമീബയുടെ ഷേപ്പ് എന്താ, പർട്ടിക്കുലർ അതിന് ഷേപ്പ് ഇല്ല. അമീബയ്ക്ക് എന്ത് ഷേപ്പ് ഇല്ല, അമീബയ്ക്ക് പർട്ടിക്കുലർ ഒരു ഷേപ്പ് ഇല്ല. അപ്പൊ അമീബ എന്ന് പറഞ്ഞ സാധനം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു ഫുഡിനെ എന്ത് ചെയ്യും, എൻഗൾഫ് ചെയ്യും, ഫുഡിനെ ചുറ്റി വരിയും. അങ്ങനെ ഫുഡിന് ചുറ്റും അതിന്റെ എന്താ പറയുന്ന ബോഡി കൊണ്ടുവന്ന് അതിനകത്തേക്ക് ഫുഡ് മെറ്റീരിയൽ ആക്കി എന്നിട്ട് അതിനെന്ത് ചെയ്യും, ചുരുക്കും, സങ്കോചിപ്പിക്കും. ചുരുക്കിയതിനു ശേഷം ഡൈജഷൻ നടത്തി ദെൻ കോൺട്രാക്ടൈൽ വാക്യൂൾ, സങ്കോച ഫേനം വഴി ഇതെന്ത് ചെയ്യും, പുറത്തു കളയും. ആ വേസ്റ്റ് മെറ്റീരിയലിനെ പുറത്തു കളയും. അമീബയുടെ വിസർജന അവയവം കോൺട്രാക്ടൈൽ വാക്യൂൾ അല്ലെങ്കിൽ സങ്കോച ഫേനം. ഇത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി മണ്ണിരയുടെ വിസർജന അവയവം പഠിക്കാൻ എളുപ്പമാക്കി തരാം. മണ്ണിരയുടെ വിസർജന അവയവം എന്താണ്? നെഫ്രീഡിയാണ്. മണ്ണിരയുടെ വിസർജന അവയവം എന്താണ്? നെഫ്രീഡിയാണ്.
അപ്പോ മണ്ണിര നമ്മൾ ഇംഗ്ലീഷിൽ എഴുതണം. മണ്ണിര എന്ന് എങ്ങനെ എഴുതണം? ഇംഗ്ലീഷിൽ എഴുതണം. അപ്പൊ ഇംഗ്ലീഷിൽ എഴുതുമ്പോ എർത്ത് വേം. ഓക്കെ, എർത്ത് വേം അവസാനം WORM. ആ എം എന്ന് പറയുന്ന ലെറ്റർ ആണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? എർത്ത് വേമിന്റെ അവസാനം എം എന്ന് പറയുന്ന ലെറ്റർ ആണ് നമുക്ക് വേണ്ടത്. എം കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഏതാണ്? എൻ. അപ്പോ എർത്ത് വേം അതിന്റെ എം എടുത്തു. എം കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ലെറ്റർ ആണ് എൻ സ്റ്റാൻഡ്സ് ഫോർ നെഫ്രീഡിയ. എൻ എന്തിന് സ്റ്റാൻഡ്സ് ഫോർ? നെഫ്രീഡിയ. അപ്പോ മണ്ണിര എർത്ത് വേമിന്റെ വിസർജനാവയവം നെഫ്രീഡിയ, അതും കിട്ടും. ഇനി സസ്യങ്ങളിലെ വിസർജനം നടക്കുന്നത് എന്താണ്? സ്റ്റൊമാറ്റ വഴി. സസ്യങ്ങളില് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് വഴിയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. അപ്പോ ഇൻടേക്ക് ഓഫ് ഗ്യാസസ് ആണെങ്കിലും ഗ്യാസ് റിലീസ് ചെയ്യുന്നതാണെങ്കിലും എവിടെ വഴിയാണ്? സ്റ്റൊമാറ്റോ വഴിയാണ്. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സസ്യങ്ങളിലെ എന്താണ്? എൻഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്. അത് പുറത്തു പോകുന്നത് സ്റ്റൊമാറ്റ വഴിയാണ്. അപ്പൊ അതും ഓക്കെയാണ്. അടുത്തത് ഷഡ്പദം. ഇനി നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട പറയണം ഈ ഷഡ്പദമാണ്. മനസ്സിലായില്ലേ? ഷഡ്പദങ്ങളുടെ വിസർജന അവയവം മാൽഫീജിയൻ നാളികൾ. മാൽഫീജിയൻ ട്യൂബിൾ. ഷഡ്പദങ്ങളുടേത് മാൽഫീജിയൻ ട്യൂബിൾ. അത് കണക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല, പഠിച്ചു വെക്കുക. ഷഡ്പദം മീൻസ് ഇൻസെക്ട്. ഇൻസെക്റ്റുകളുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് എന്ത്? മാൽഫീജിയൻ നാളികൾ. ഇനി ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എൻഡമോളജി. എന്താണ് അറിയപ്പെടുന്നത്? എൻഡമോളജി. നമ്മള് ഇത്രയും നേരം പറഞ്ഞപ്പോഴത്തേക്കും ലിവറിനെ കുറിച്ചുള്ള പഠനം പറഞ്ഞു, ഹെപ്പറ്റോളജി. ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനം എൻഡമോളജി. പിന്നെ ഉരകങ്ങൾ പറഞ്ഞു. ഉരകങ്ങൾ എന്ന് പറയുമ്പോ ഉരകങ്ങളെ കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി. എന്താണ്? ഹെർപ്പറ്റോളജി. ഓക്കെ, ഇത്ര നേരം പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. ഇത്ര നേരം പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയടേ. വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്താ ഒന്ന് ചോദിക്കുന്നു. പറഞ്ഞേ. എന്താ ഒന്നും പറയാത്തത്? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ പറഞ്ഞ ആ പറഞ്ഞ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ആ കഥകള് ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യുക. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഓർമ്മ നിൽക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ തന്നെ ഇതുപോലെ കഥകൾ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം ചില അവസരങ്ങളിൽ വീണ്ടും ഞാനിരുന്ന് ആലോചിക്കും. അപ്പോഴായിരിക്കും ആ കഥ കത്തുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ട് വീണ്ടും എന്ത് ചെയ്യുക? പറ്റുമെങ്കിൽ ഈ നിങ്ങളുടെ മൈൻഡിൽ ഈ കഥ എന്ത് ചെയ്യുക? സെറ്റാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യില്ല? തിരിഞ്ഞു പോകൂല. അതുകൊണ്ടാണ് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം. ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് എന്ത്? വൃക്ക അല്ലെങ്കിൽ കിഡ്നി. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതെന്ന് ചോദിച്ചാൽ അതാണ് കിഡ്നി അല്ലെങ്കിൽ വൃക്ക. ഒരു കിഡ്നിയുടെ ഭാരം 150 ഗ്രാമാണ്. ഒരു കിഡ്നിയുടെ ഭാരം എത്രയും ചോദിച്ചാൽ അത് എത്രയാണ്? 150 ഗ്രാമാണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം ഏത്? മുമ്പും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മനുഷ്യ ശരീരത്തിൽ ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം ഏതാണ്? അത് കിഡ്നിയാണ്. പറഞ്ഞിട്ടുണ്ടല്ലേ? 150 ഗ്രാമേ ഉള്ളൂ സംഭവം, വളരെ ചെറുതാണ്. ഓക്കെ, അപ്പൊ അത് വേണ്ട. ആദ്യമായിട്ട് മാറ്റിവെച്ചത് കിഡ്നിയാണ്. മാറ്റിവെച്ച ഡോക്ടറാണ് ആര്? തോമസ് മുറെ. മാറ്റിവെച്ച വ്യക്തിയാണ് തോമസ് മുറെ. 1954 എന്ത് കിഡ്നി മാറ്റിവെക്കുന്നത് തോമസ് മുറെ 1954. ഇത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്ക് കിഡ്നിയെ പറ്റി പഠിക്കാം. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, കിഡ്നിയുടെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാല് ഉദരാശയത്തിന്റെ, അതായത് അബ്ഡോമിനൽ ഏരിയയുടെ പിൻഭാഗത്ത് നട്ടെല്ലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ജോഡി കിഡ്നി. എത്രയുണ്ട്? ഒരു ജോഡിയുണ്ട്. ഓക്കെ, ഒരു ജോഡിയുണ്ട്. അപ്പൊ ഒരു കിഡ്നിയുടെ വെയിറ്റ് 150 ഗ്രാം. 150 ഗ്രാം. അപ്പോ ഒരു ജോഡി കിഡ്നിയുടെ വെയിറ്റ് 300 ഗ്രാം. ഓക്കെ, അപ്പോ ഒരു ജോഡി വൃക്കകളാണ് മനുഷ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം. വൃക്കകൾക്ക് ഇരുണ്ട ചുവപ്പ് നിറമാണ്. അമരവിത്തിന്റെ ആകൃതി അല്ലെങ്കിൽ പയറുമണിയുടെ ആകൃതി. അമരവിത്തിന്റെ ആകൃതി എന്നോ പയറുവിത്തിന്റെ ആകൃതി എന്നോ ചോദിച്ചാൽ അത് കിഡ്നി. ഇനി ഇതിന്റെ പ്രോസസ് എന്താണ്? കിഡ്നിയുടെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ് ആണ് ഏത്? നെഫ്രോൺ. കിഡ്നിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺ. സോ കിഡ്നിയെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? നെഫ്രോളജി. നെഫ്രോൺ ആണ് കിഡ്നിയുടെ
ഓക്കെ, പറയാം. നെഫ്രോൺ ആണ് കിഡ്നിയുടെ ഏറ്റവും അടിസ്ഥാന തലത്തിലുള്ള ഫങ്ഷണൽ യൂണിറ്റ്. ഏകദേശം 12 ലക്ഷത്തിലധികം എന്തുണ്ട്? നെഫ്രോൺസ് ഉണ്ട്. മനസ്സിലായില്ലേ? 12 ലക്ഷത്തോളം നെഫ്രോൺസ് ആണ് കിഡ്നിയിലുള്ളത്. സോ കിഡ്നിയുടെ അടിസ്ഥാന ഫങ്ഷണൽ യൂണിറ്റ് നെഫ്രോൺസ് ആണ്. കിഡ്നിയെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത് നെഫ്രോളജി എന്നാണ്. ഓക്കെ, നെഫ്രോളജി എന്നാണ് കിഡ്നിയെ പറ്റിയുള്ള പഠനം. അങ്ങനെയാണെങ്കിൽ ന്യൂറോളജി എന്തിനെ പറ്റിയുള്ള പഠനമാണ്? ന്യൂറോളജി പറഞ്ഞേടെ. കറക്റ്റ് ആണ്. അപ്പൊ ന്യൂറോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നാഡികളെ പറ്റിയുള്ള പഠനമാണ് ന്യൂറോളജി. ഓക്കെ, ഇനി ശരീരത്തിന്റെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഏത്? ശരീരത്തിന്റെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൃക്കയാണ്. ഇനി ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് ആരാണ്? വൃക്ക. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന വ്യക്തിയും ആര് തന്നെയാണ്? നമ്മുടെ വൃക്കയാണ്. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞു, കരളിലാണ് യൂറിയ നിർമ്മാണം നടക്കുന്നത്. കരളിലാണ് അമോണിയ, യൂറിയ തുടങ്ങിയവ നിർമ്മാണം നടക്കുന്നത്. അവ രക്തത്തിലൂടെ കലർന്ന് എന്ത് ചെയ്യും? കിഡ്നിയിലൂടെ അരിക്കപ്പെടും. രക്തത്തിലൂടെ കലർന്ന് കിഡ്നിയിലൂടെ അരിക്കപ്പെട്ട് ലവണങ്ങളായി അരിച്ചു മാറ്റി രക്തം ശുദ്ധീകരിക്കുന്ന പരിപാടിയാണ് കിഡ്നിക്കുള്ളത്. അപ്പോ വീണ്ടും പറയുകയാണ്, അമോണിയ, യൂറിയ മുതലായവ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയും ചോദിച്ചാൽ അത് അവിടെയാണ്, കരളിലാണ് അല്ലെങ്കിൽ ലിവറിലാണ്. അത് അരിച്ചു മാറ്റുന്ന പ്രക്രിയ ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ കിഡ്നി. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാ. എത്രത്തോളം ജലം പുനരാകിരണം ചെയ്യണമെന്ന് വൃക്കകൾക്ക് നിർദ്ദേശം നൽകുന്നത് ഹൈപ്പോതലാമസ്. നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞ? വിശപ്പ്, ദാഹം, ടെമ്പറേച്ചർ, ലൈംഗികാസക്തി, ഇവ നാലും നിയന്ത്രിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോ ആ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ, ADH. ആ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ആ ആന്റി ഡയൂററ്റിക് ഹോർമോണാണ് എത്രത്തോളം മൂത്രം അല്ലെങ്കിൽ എത്രത്തോളം ജലം പുനരാകിരണം ചെയ്യണമെന്ന് ഈ കിഡ്നിക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. ഓക്കെ, 1 മിനിറ്റിൽ ഏകദേശം 1100 മില്ലി ലിറ്റർ രക്തം എന്ത് ചെയ്യും? കിഡ്നിയിലൂടെ കടന്നു പോകും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പഠിക്കേണ്ട വാല്യൂസ് ഒക്കെ തിരിഞ്ഞു പോകാതെ പഠിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1 മിനിറ്റിൽ ഏകദേശം 1100 മില്ലി ലിറ്റർ 1100 മില്ലി ലിറ്റർ മൂത്രം എന്ത് ചെയ്യും? കിഡ്നിയിലൂടെ കടന്നു പോകും. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ പോയി കിഡ്നിയുടെ പോയി നോക്കിയാടെ, കിഡ്നിയുടെ പിക്ചർ ഒന്ന് നോക്കിയേ. നോക്കി, ഇത് കണ്ടോ? റെനൽ ആർട്ടറി, കിഡ്നിയിലേക്ക് രക്തം വരുന്നത്. ഈ വലത്തെ സൈഡിൽ ഏറ്റവും താഴെ നോക്കിയേ, ആ യുറേറ്ററിന്റെ തൊട്ട് മുകളിൽ റെനൽ ആർട്ടറി. കിഡ്നിയിലേക്ക് രക്തം എത്തുന്നത് റെനൽ ആർട്ടറി വഴിയാണ്. കിഡ്നിയിലേക്ക് രക്തം എത്തുന്നത് റെനൽ ആർട്ടറി വഴി. ഇനി അങ്ങനെ കിഡ്നിയിൽ നിന്ന് ശുദ്ധീകരിച്ച രക്തം, കിഡ്നിയിൽ നിന്ന് എന്ത് ചെയ്യും? ശുദ്ധീകരിച്ചു വരുന്ന രക്തം വഹിക്കുന്നതാണ് റെനൽ വെയിൻ. ഇപ്പുറത്തെ കിടപ്പുണ്ട് ഇടത്തെ സൈഡിൽ റെനൽ വെയിൻ. കിഡ്നിയിൽ നിന്ന് ശുദ്ധീകരിച്ച രക്തം വഹിക്കുന്ന വ്യക്തിയാണ് ആര്? റെനൽ വെയിൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലായില്ലേ? കിഡ്നിയിലേക്ക് രക്തം എത്തിക്കുന്നത് റെനൽ ആർട്ടറി. കിഡ്നിയിൽ നിന്ന് രക്തം വഹിക്കുന്നത് റെനൽ വെയിൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഓരോ വൃക്കയിലും നേരിയ രക്തക്കുഴൽ കാണപ്പെടുന്നു, അതിനെ നെഫ്രോൺ എന്ന് പറയുന്നു. നമ്മൾ അത് പറഞ്ഞു. മൂത്രത്തെ അരിച്ചു കളയാൻ സഹായിക്കുന്നത് നെഫ്രോൺ ആണ് പറഞ്ഞു. അടിസ്ഥാന ഫങ്ഷണൽ യൂണിറ്റ് നെഫ്രോൺ ആണ് പറഞ്ഞു. ഇനി നെഫ്രോണുകളിൽ കാണപ്പെടുന്ന കപ്പ് ആകൃതിയിലുള്ള ഭാഗമാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. നെഫ്രോണുകളിൽ കാണപ്പെടുന്ന കപ്പ് ആകൃതിയിലുള്ള ഭാഗം ഏതെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബോമാൻസ് ക്യാപ്സ്യൂൾ. നെഫ്രോണുകളിൽ കാണപ്പെടുന്ന കപ്പ് ആകൃതിയിലുള്ള ഭാഗം ഏത്? അതാണ് ഏത്? ബോമാൻസ് ക്യാപ്സ്യൂൾ. നെഫ്രോണുകളിൽ കാണപ്പെടുന്ന കപ്പ് ആകൃതിയിലുള്ള ഭാഗമാണ് ബോമാൻസ് ക്യാപ്സ്യൂള്. അടുത്തത് വൃക്കയുടെ പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്ന് പറയും. നമ്മൾ ബ്രെയിൻ പഠിച്ചപ്പോ പറഞ്ഞു പുറത്തെ ഭാഗം കോട്ട് അല്ലെ, പുറത്താണ് കോട്ട് ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പോ വൃക്കയുടെ പുറം ഭാഗത്തെ എന്ത് വിളിക്കും? എന്തെന്ന് വിളിക്കും? കോർട്ടെക്സ് എന്ന് വിളിക്കും. വൃക്കയുടെ പുറം ഭാഗത്തെയും കോർട്ടെക്സ് എന്ന് വിളിക്കും. ഈ കോർട്ടെക്സിനുള്ളിലാണ്, വൃക്കയുടെ പുറം ഭാഗമായ കോർട്ടെക്സിന് ഉള്ളിലാണ് എന്തിരിക്കുന്നത്? കോർട്ടെക്സിനുള്ളിലാണ് കോർട്ടെക്സിനുള്ളിലാണ് അരിപ്പ അഥവാ നെഫ്രോൺസ് ഇരിക്കുന്നത്. കോർട്ടെക്സിനുള്ളിലാണ് അരിപ്പ അഥവാ നെഫ്രോൺസ് ഇരിക്കുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട്, SCERTയുടെ പോയിന്റ് ആണ്. വൃക്കയുടെ
പുറം ഭാഗമായ കോർട്ടെക്സിനുള്ളിലാണ് എന്തിരിക്കുന്നത്? നെഫ്രോൺസ് ഇരിക്കുന്നത്. ഇനി ബോമാൻസ് ക്യാപ്സ്യൂളിലെ ലോമിക ജാലങ്ങൾ ഗ്ലോമറൂലസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബോമാൻസ് ക്യാപ്സ്യൂളിന് ഉള്ളിലെ ലോമിക ജാലകങ്ങൾ ഗ്ലോമറൂലസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെനൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, റെനൽ എന്ന വാക്കുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? കിഡ്നി ആയിട്ട് കണക്ട് ചെയ്യാം. കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം റെനിൻ. അത് കഴിഞ്ഞാല് നമ്മുടെ മൂത്രത്തിൽ കല്ലുണ്ട്, മനസ്സിലായില്ലേ? മൂത്രത്തിൽ കല്ല്. ഈ മൂത്രത്തിൽ കല്ലിന്റെ രാസഘടന അത് കാൽസ്യം ഓക്സലേറ്റ് ആണ്. മൂത്രത്തിൽ കല്ലിന്റെ രാസഘടന എന്താണ്? അത് കാൽസ്യം ഓക്സലേറ്റ് ആണ്. അപ്പോ ഈ മൂത്രത്തിൽ കല്ല് വന്ന് കിഡ്നി സ്റ്റോൺ ആകുമ്പോഴത്തേക്കും അതിന് വേദന ഉണ്ടാകും, അല്ലെ? മൂത്രത്തിൽ കല്ല് കിഡ്നി സ്റ്റോൺ ആയിട്ട് വരുമ്പോഴത്തേക്കും അത് വേദന ഉണ്ടാകും. അങ്ങനെ വേദന ഉണ്ടാകുമ്പോൾ ആ വേദനയെ പറയുന്ന പേരാണ് റെനൽ കോളിക്. എന്താണ്? റെനൽ കോളിക്. ആ മൂത്രത്തിൽ കല്ല് കാരണം ഉണ്ടാവുന്ന വേദനയുടെ പേരാണ് റെനൽ കോളിക്. അപ്പോ റെനൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വൃക്കയുമായി ബന്ധപ്പെട്ടത്. വൃക്കയുമായി ബന്ധപ്പെട്ടത് എന്നാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. റെനൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വൃക്കയുമായി ബന്ധപ്പെട്ടത്. സോ കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏത്? റെനിൻ. കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏത്? റെനിൻ. ഇനി മൂത്രത്തിൽ കല്ലിന്റെ രാസനാമം കാൽസ്യം ഓക്സലേറ്റ്. അപ്പോ ഈ കാൽസ്യം ഓക്സലേറ്റ് മൂത്രത്തിൽ കല്ല് അടിഞ്ഞുകൂടി വേദന ഉണ്ടാകും. ആ വേദനയുടെ പേരാണ് എന്ത്? റെനൽ കോളിക്. ഓക്കെ, ആ വേദനയുടെ പേര് റെനൽ കോളിക് എന്നാണ്. അടുത്ത് നമ്മൾ പറഞ്ഞു മൂത്രത്തിന്റെ പി എച്ച് മൂല്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒരാള് അലാറം വെച്ച് എണീക്കും, 6 മണിക്ക് അലാറം വെച്ച് എണീക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 6 മണിക്ക് അലാറം വെച്ച് എണീറ്റിട്ട് മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു പോയി കിടക്കും. അപ്പോ 6 മൂത്രത്തിന്റെ പി എച്ച് 6 ഇനി ഒരു ദിവസം ശരാശരി പുറത്തേക്ക് കളയുന്ന മൂത്രം എത്രയും ചോദിച്ചാൽ 1.5 ലിറ്റർ ആണ്. ഓക്കെ, ഒരു ദിവസം ശരാശരി പുറത്തേക്ക് കളയുന്ന മൂത്രം എത്രയും ചോദിച്ചാൽ 1.5 ലിറ്റർ ആണ്. അപ്പോഴും പറഞ്ഞു ഈ മൂത്രത്തിന്റെ പി എച്ച് ആയ 6നെ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോ കിട്ടും ഉത്തരം 1.5 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ശരീരത്തിലുള്ള രക്തം മുഴുവനും 24 മണിക്കൂറിനുള്ളിൽ 350 തവണ വൃക്കയിലൂടെ കടന്നു പോകും. ശരീരത്തിലുള്ള രക്തം മുഴുവനും 24 മണിക്കൂറിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ 350 തവണ വൃക്കയിലൂടെ കടന്നു പോകും. അപ്പൊ നമ്മുടെ ശരാശരി ഒരു മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്രയെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അത് 5 മുതൽ 6 ലിറ്റർ വരെയാണ്. ശരാശരി ഒരു മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്ര ലിറ്റർ? 5 മുതൽ 6 ലിറ്റർ വരെ. അപ്പൊ ചുമ്മാ വേണമെങ്കിൽ എടുത്തിട്ട് ഈ 5 ലിറ്റർ ഇൻറ്റു 350 അങ്ങ് ചെയ്യണം. 5 ലിറ്റർ ഇൻറ്റു 350 ചെയ്യുമ്പോഴത്തേക്കും 1750 അങ്ങനെ എന്തോ ഒരു വാല്യൂ കിട്ടും. മനസ്സിലായല്ലേ? അപ്പോ 1750 അല്ലെ, 350 തവണ ഈ 5 ലിറ്റർ രക്തം കടത്തി വിടുമ്പോ 1750 അടുപ്പിച്ചൊരു 1750 മുകളിലൊരു വാല്യൂ കിട്ടും. അതാണ് ആ താഴെ കൊടുത്തിരിക്കുന്നത്. 1800 ലിറ്റർ രക്തം. മനസ്സിലായില്ലേ? അപ്പോ ശരീരത്തിലുള്ള രക്തം മുഴുവനും 24 മണിക്കൂറിനുള്ളിൽ അഥവാ ഒരു ദിവസത്തിനുള്ളിൽ 350 തവണ വൃക്കകളിലൂടെ കടന്നു പോകും. അങ്ങനെ 350 ഇൻറ്റു ഞാൻ പറഞ്ഞു 5ഓ 6ഓ ചെയ്തു നോക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ 1750 മുകളിലൊരു വാല്യൂ കിട്ടും. അതായത് മൊത്തം 1800 ലിറ്റർ ഒരു ദിവസം നമ്മുടെ കിഡ്നി അരിക്കുന്ന രക്തം എത്രയെന്ന് ചോദിച്ചാൽ അത് 1800 ലിറ്റർ ആണ്. ഒരു ദിവസം നമ്മുടെ കിഡ്നി അരിക്കുന്ന രക്തം എത്രയെന്ന് ചോദിച്ചാൽ അത് 1800 ലിറ്റർ ആണ്. ഈ 1800 ലിറ്റർ അരിച്ചാണ് 170 ലിറ്റർ. ഈ 1800 ലിറ്റർ അരിച്ചാണ് 170 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത്. ഈ 1800 ലിറ്റർ അരിച്ചാണ് 170 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാക്കുന്നത്. അടുത്ത ചോദ്യം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. 1 മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ അളവ് എത്ര? 1 മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ അളവാണ് 127 മില്ലി ലിറ്റർ. ഈ 2 വാല്യൂ ശ്രദ്ധിക്കുക, കൺഫ്യൂസിംഗ് ആയി വരുന്ന ഐറ്റങ്ങളാണ്, അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. 1 മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ അളവ്
ഏകദേശം 127 മില്ലി ലിറ്റർ. അപ്പോ 127 മില്ലി ലിറ്റർ ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ആര്? ഗ്ലോമറൂലസ്. 127 മില്ലി ലിറ്റർ ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആര്? ഗ്ലോമറൂലസ്. ഇനി ആ ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ്, ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗ്ലോമറൂലാർ ഫിൽട്രേറ്റിൽ നിന്നും തിരികെ എന്ത് ചെയ്യും? രക്തത്തിലേക്ക് പുനരാകിരണം നടക്കപ്പെടും. മനസ്സിലായില്ലേ? രക്തത്തിലേക്ക് എന്ത് ചെയ്യും? പുനരാകിരണം നടക്കപ്പെടും. അങ്ങനെ പുനരാകിരണം നടത്താൻ വേണ്ടി നിർദ്ദേശം നൽകുന്ന ഹോർമോണാണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. നമ്മൾ പറഞ്ഞു, അങ്ങനെ പുനരാകിരണം നടത്താൻ വേണ്ടി നിർദ്ദേശം നൽകുന്ന ഹോർമോണാണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അങ്ങനെ ഈ ആന്റി ഡയൂററ്റിക് ഹോർമോണിന്റെ നിർദ്ദേശപ്രകാരം 126 മില്ലി ലിറ്റർ രക്തം എന്ത് ചെയ്യും? 126 മില്ലി ലിറ്റർ മൂത്രം, 126 മില്ലി ലിറ്റർ ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ്, 126 മില്ലി ലിറ്റർ ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് എന്ത് ചെയ്യും? തിരിച്ച് രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടും. 126 മില്ലി ലിറ്റർ ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് തിരിച്ചെന്ത് ചെയ്യും? രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ പറഞ്ഞു 170 ലിറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് ഒരു ദിവസം ഉണ്ടാകുന്നത്. 170 ലിറ്റർ ആണ് എന്ത്? ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് ഒരു ദിവസം ഉണ്ടാകുന്നത്. ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് ആണ് 127 മില്ലി ലിറ്റർ. ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് 127 മില്ലി ലിറ്റർ. എന്നാൽ ആ ഒരു മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറൂലാർ ഫിൽട്രേറ്റിൽ നിന്നും തിരികെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുന്നത് 126 മില്ലി ലിറ്റർ. അവസാനം ഒരു ദിവസം മൊത്തം 170 ലിറ്റർ ഗ്ലോമറൂലാർ ഫിൽട്രേറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന മൂത്രത്തിന്റെ അളവാണ് 1.5 ലിറ്റർ. ഒരു ദിവസം ഉണ്ടാക്കുന്ന 170 ലിറ്റർ ഗ്ലോമറൂലാർ ഫിൽട്രേറ്റിൽ നിന്നുണ്ടാക്കുന്ന മൂത്രത്തിന്റെ അളവാണ് എന്ത്? 1.5 ലിറ്റർ. ഓക്കെ, 1.5 ലിറ്റർ. മൂത്രം വൃക്കയിൽ നിന്ന് മൂത്രവാഹിനി കുഴൽ വഴി, മൂത്രം വൃക്കയിൽ നിന്ന് നേരെ എവിടെ പോകും? മൂത്രം വഹിച്ചു കൊണ്ടുപോകുന്ന കുഴൽ വഴി മൂത്രസഞ്ചിയിലെത്തും. മൂത്രസഞ്ചി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ, യൂറിനറി ബ്ലാഡറിലെത്തും. ഇതാ കണ്ടില്ലേ? മൂത്രസഞ്ചി അല്ലെങ്കിൽ ഇതാ കണ്ടില്ലേ? യൂറിനറി ബ്ലാഡർ. അപ്പോ കിഡ്നിയിൽ നിന്ന് യുറേറ്റർ വഴി യൂറിനറി ബ്ലാഡറിലെത്തും. അങ്ങനെ യൂറിനറി ബ്ലാഡറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൂത്രനാളി വഴി മൂത്രം എന്ത് ചെയ്യും? പുറന്തള്ളപ്പെടും. അപ്പോ കിഡ്നിയിൽ നിന്ന് മൂത്രവാഹിനി കുഴൽ അല്ലെങ്കിൽ യൂറേറ്റർ വഴി മൂത്രവാഹിനി കുഴൽ അല്ലെങ്കിൽ യൂറേറ്റർ വഴി എന്ത് ചെയ്യും? മൂത്രസഞ്ചിയിലെത്തും. മൂത്രസഞ്ചിയിൽ താൽക്കാലികമായി സംഭരിക്കപ്പെടും. താൽക്കാലികമായി സംഭരിക്കപ്പെടും. അവിടെ നിന്ന് എന്ത് ചെയ്യും? മൂത്രനാളി വഴി പുറന്തള്ളപ്പെടും. ഓക്കെ, മൂത്രനാളി വഴി പുറന്തള്ളപ്പെടും. ഇനി മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രപഥത്തിലെ രോഗാണുക്കളെ കഴുകി കളയുക എന്നത് പ്രധാനമാണ്. അതായത് മൂത്രനാളിയിൽ ഇരിക്കുന്ന രോഗാണുക്കൾ എന്ത് ചെയ്യും? ഈ മൂത്രത്തിനോടൊപ്പം പുറത്തു വരും. മനസ്സിലായില്ലേ? ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രാശയത്തിന്റെ ആന്തരസ്ഥലത്തിൽ അണുബാധ ഉണ്ടാവും, ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോ ദീർഘനേരം മൂത്രം ഒഴിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻ ഉണ്ടാകും. മൂത്രാശയത്തിലെ ഇൻഫെക്ഷൻ, മൂത്രാശയത്തിന്റെ ഇന്റീരിയർ പോർഷനിൽ, ആ ഒരു പോർഷനിൽ എന്തുണ്ടാവും? ഇൻഫെക്ഷൻ ഉണ്ടാവും. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ മൂത്രപഥത്തിലെ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് മൂത്രപഥത്തിലേക്കുള്ള അണുബാധ സാധ്യത കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? സമ്മർ സീസണിലൊക്കെ വളരെയധികം വെള്ളം കൃത്യമായിട്ട് കുടിക്കുകയും മൂത്രമൊഴിക്കുകയും ചെയ്യണം. ഇനി വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകമേത്? കാഡ്മിയം. വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു മൂലകമാണ് കാഡ്മിയം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കാഡ്മിയം നമ്മുടെ ശരീരത്തില് കാഡ്മിയം അമിതമായി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമേത്? നമ്മുടെ ശരീരത്തില് കാഡ്മിയം അമിതമായി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഇറ്റായ്. നമ്മുടെ ശരീരത്തില് കാഡ്മിയം അമിതമായി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമാണ് ഇറ്റായ്. അപ്പോ വേറൊരു ലോഹമുണ്ട്, മെർക്കുറി. മനസ്സിലായില്ലേ? വേറൊരു ലോഹമാണ് മെർക്കുറി. അപ്പോ മെർക്കുറി നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമാണ് മീനമാത ഡിസീസ്. മെർക്കുറി നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമാണ് മീനമാത ഡിസീസ്. ഈ മീനമാത ഡിസീസിന്റെ മറ്റൊരു പേര് മാർജാര നൃത്തരോഗം. മീനമാത ഡിസീസിന്റെ മറ്റൊരു പേരാണ് മാർജാര നൃത്തരോഗം. ഒന്നുകൂടെ പറയാം. മെർക്കുറി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി അധികമാവുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് മീനമാത ഡിസീസ്.
ഈ മീനമാത ഡിസീസിന്റെ മറ്റൊരു പേരാണ് മാർജാര നൃത്ത രോഗം. നമുക്കറിയാം മാർജാരൻ എന്ന് പറഞ്ഞാൽ ആരാ? പൂച്ചയാണ്. മാർജാരൻ എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. ഈ പൂച്ചയ്ക്ക് മീനാണ് ഇഷ്ടം അല്ലെ? മാർജാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പൂച്ചയാണ്. പൂച്ചയ്ക്ക് മീനാണ് ഇഷ്ടം. അപ്പോ മീനമാത ഡിസീസ്, മാർജാര നൃത്ത രോഗം എളുപ്പം ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ഒന്നുകൂടെ, മീനമാത ഡിസീസ് മെർക്കുറി അധികമാകുന്നുണ്ട്. മീനമാത ഡിസീസ് മെർക്കുറി അധികമാകുന്നുണ്ട്. ഇറ്റായി കാഡ്മിയം അധികമാകുന്നുണ്ട്. ഇറ്റായി കാഡ്മിയം അധികമാകുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചു വരാം. വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകം കാഡ്മിയം പറഞ്ഞു. അണുബാധ മൂലം വൃക്കകൾക്കുണ്ടാവുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. ഇൻഫെക്ഷൻ കാരണം വൃക്കകൾക്കുണ്ടാവുന്ന വീക്കമാണ് എന്തടേ? നെഫ്രൈറ്റിസ്. ഓക്കെ, ഇൻഫെക്ഷൻ കാരണം ഉണ്ടാവുന്ന വീക്കം നെഫ്രൈറ്റിസ്. ഈ നെഫ്രൈറ്റിസിന്റെ മറ്റൊരു പേരാണ് എന്ത്? ബ്രൈറ്റ്സ് ഡിസീസ്. നെഫ്രൈറ്റിസിന്റെ മറ്റൊരു പേരാണ് ബ്രൈറ്റ്സ് ഡിസീസ്. അപ്പൊ നെഫ്രോളജി, കിഡ്നിയെ പറ്റിയുള്ള പഠനം. നെഫ്രോളജി, കിഡ്നിയെ പറ്റിയുള്ള പഠനം. നെഫ്രോൺസ്, കിഡ്നിയിലെ അടിസ്ഥാന ഫങ്ഷണൽ യൂണിറ്റ് നെഫ്രോൺസ്, ഏകദേശം 12 ലക്ഷത്തോളം കാണുന്നു നെഫ്രോൺസ്. നെഫ്രൈറ്റിസ്, കിഡ്നിയെ പറ്റി, കിഡ്നിയുടെ രോഗം അല്ലെ, കിഡ്നി വീക്കം. നെഫ്രൈറ്റിസ്, കിഡ്നി വീക്കം അല്ലെങ്കിൽ കിഡ്നിയിൽ ഉണ്ടാകുന്ന അണുബാധ. അപ്പൊ നെഫ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കിഡ്നിയാണ്. അടുത്തത്, 2 വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന 2 വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യൂറീമിയ. 2 വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യൂറീമിയ. ഇത് രക്തത്തിൽ എന്ത് ചെയ്യും? യൂറിയയുടെ അളവ് വർദ്ധിക്കും. നമ്മളെ യൂറിയ ആണല്ലോ നമ്മുടെ ശരീരത്തിൽ നിന്ന് അഴുക്കായിട്ട് പുറത്തേക്ക് കളയുന്നത് കിഡ്നി. അപ്പൊ 2 കിഡ്നികളും അടിച്ചു പോയി കഴിഞ്ഞാൽ രക്തത്തിൽ എന്ത് ചെയ്യും? യൂറിയയുടെ അളവ് വർദ്ധിക്കും. രക്തത്തിൽ എന്ത് ചെയ്യും? യൂറിയയുടെ അളവ് വർദ്ധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ യൂറിയയുടെ അളവ് വർദ്ധിക്കുന്നത് യൂറീമിയ. രക്തത്തില് യൂറിയയുടെ അളവ് വർദ്ധിക്കുന്നതാണ് യൂറീമിയ. ഓക്കെ, ഇനി ശരിയായ രീതിയിൽ കിഡ്നിയുടെ ഫങ്ഷൻ നടക്കാത്തത് കാരണം, അല്ലെങ്കിൽ നമ്മൾ പ്യൂരിൻ റിച്ച് ഫുഡ് കൂടുതൽ കഴിക്കുന്ന കാരണം യൂറിക് ആസിഡ് അടിഞ്ഞുകൂടും. മനസ്സിലായില്ലേ? അങ്ങനെ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി നമ്മുടെ സന്ധികളില് യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽ ഫോം ചെയ്യും. സന്ധികളിൽ യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽ ഫോം ചെയ്യും. ആ ക്രിസ്റ്റൽ നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴും പിന്നെ ഉറഞ്ഞുറഞ്ഞ് സന്ധി വേദനയ്ക്ക് കാരണമാവും. അങ്ങനെ യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റലൈസേഷൻ കൊണ്ടുണ്ടാകുന്ന രോഗം എന്നും ചോദിച്ചാൽ അത് ഗൗട്ട്. യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റലൈസേഷൻ മൂലം ഉണ്ടാകുന്ന രോഗം എന്നും ചോദിച്ചാൽ അത് ഗൗട്ട്. സന്ധിവാദം ഇതല്ല. ഓക്കെ, സന്ധിവാദം പൊട്ടാസ്യം എന്ന ലോഹത്തിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് സന്ധിവാദം. അപ്പോ ഗൗട്ട് നമ്മൾ സ്കെലറ്റൽ സിസ്റ്റം പഠിക്കുമ്പോൾ പൊട്ടാസ്യവും ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കും. ഗൗട്ട് ഇവിടെ അവിടെയും പഠിക്കാനുണ്ട്. അതുകൊണ്ടാണെന്ന് ജസ്റ്റ് പറഞ്ഞു തന്നത്. യൂറിക് ആസിഡ് സന്ധികളിൽ അടിഞ്ഞുകൂടി വേദന ഉണ്ടാവും. ആ ഒരു അവസ്ഥയാണ് എന്ത്? ഗൗട്ട് ഫോർമേഷൻ. ഓക്കെ, ഇനി അണലി വിഷം ബാധിക്കുന്ന ശരീരാവയവം. PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അണലി വിഷം ബാധിക്കുന്ന ശരീരാവയവം ഏത്? വൃക്കയാണ്. അണലി വിഷം ബാധിക്കുന്ന ശരീരാവയവം ഏതെന്ന് ചോദിച്ചാൽ വൃക്കയാണ്. സൂക്ഷിക്കുക, അണലി വിഷം ബാധിക്കുന്ന ശരീരാവയവം വൃക്ക. ഇനി വിഷത്തെ പറ്റിയുള്ള പഠനം എന്ത് ചോദിച്ചാൽ ഉത്തരം ടോക്സിക്കോളജി. വിഷത്തെ പറ്റിയുള്ള പഠനം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ടോക്സിക്കോളജി. വിഷങ്ങളുടെ രാജാവ് ഏതെന്ന് ചോദിച്ചാൽ അത് ആഴ്സനിക് ആണ്. വിഷങ്ങളുടെ രാജാവ് ഏതെന്ന് ചോദിച്ചാൽ ആഴ്സനിക് ആണ്. കണക്ടിങ് ഫാക്ട് വന്നുകൊണ്ട് പറഞ്ഞതാണ്. ഇനി അപ്പോ അണലി വിഷം വൃക്കകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു. വൃക്കയുടെ പ്രവർത്തനം തകരാറിലാകുന്ന അവസരത്തിൽ രക്തം ശുദ്ധീകരിക്കുവാൻ കൃത്രിമമായി ഉപയോഗിക്കുന്നതാണ് ഡയാലിസിസ്. വൃക്കയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ രക്തം ശുദ്ധീകരിക്കുവാൻ ആർട്ടിഫിഷ്യലി യൂസ് ചെയ്യുന്നതാണ് ഡയാലിസിസ്. അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു കല്ല് രൂപപ്പെടുമ്പോൾ മൂത്രത്തിൽ കല്ല് രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയുടെ പേരാണ് റെനൽ കോളിക് പറഞ്ഞു. മൂത്രക്കല്ല് രാസപരമായി കാൽസ്യം ഓക്സലേറ്റ് ആണ് പറഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടന്റ്, ഈ മൂത്രത്തിൽ കല്ല് പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അതാണ് ലിത്തോട്രിപ്റ്റർ. ഓക്കെ, മൂത്രത്തിൽ കല്ല് പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ലിത്തോട്രിപ്റ്റർ. ഇനി ലിത്തോട്രിപ്റ്ററിനകത്ത് ഉപയോഗിക്കുന്ന റേസ് ഏത്? ലിത്തോട്രിപ്റ്ററിനകത്ത് ഉപയോഗിക്കുന്ന റേസ് ഏതെന്ന് ചോദിച്ചാൽ അൾട്രാ വയലറ്റ് തരംഗങ്ങൾ. ഓക്കെ, അൾട്രാസോണിക് ആണ്. വൃക്കയിലുണ്ടാകുന്ന കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അൾട്രാസോണിക് ആണ്. വൃക്കയിലുണ്ടാകുന്ന തരംഗങ്ങൾ
പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന തരംഗം, വൃക്കയിൽ ഉണ്ടാകുന്ന കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ എന്ന് ചോദിച്ചാൽ അൾട്രാസോണിക് ആണ്. ഇനി മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണ വസ്തു ഏത്? ഇത് PSCയുടെ ഇഷ്ട ചോദ്യമാണ് കേട്ടോ. മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണ വസ്തു യൂറോക്രോം. മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണ വസ്തു ഏത്? അത് യൂറോക്രോം ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു യൂറീമിയ പറഞ്ഞു, 2 കിഡ്നിയും അടിച്ചു പോകുന്ന അവസ്ഥയാണ് യൂറീമിയ, അത് പറഞ്ഞു. അടുത്ത് യൂറോക്രോം, മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് യൂറോക്രോം. അടുത്ത് വൃക്കയിൽ ഉണ്ടാകുന്ന കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലിത്തോട്രിപ്റ്റർ. ആ ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന വേവ്സ് അതാണ് അൾട്രാസോണിക്. ആ ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന വേവ്സ് ആണ് അൾട്രാസോണിക് വേവ്സ്. ഓക്കെ, ഇത് ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിച്ചാൽ അതൊരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സംഭവമാണ്, മനസ്സിലായില്ലേ? ചോദിച്ചാൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ഇനി യൂറീമിയ, 2 വൃക്കകളും തകരാറിലായ, യൂറീമിയ മീൻസ് 2 വൃക്കകളും തകരാറിലായ ഒരാളുടെ ശരീരം, ഒരാളുടെ രക്തം ശരീരത്തിന് പുറത്ത് സംവിധാനം ചെയ്തിട്ടുള്ള കൃത്രിമ വൃക്കയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന രീതിയാണ് ഹീമോഡയാലിസിസ്. അങ്ങനെ കൃത്രിമമായി ആ രക്തം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ കിഡ്നിയിലൂടെ, കൃത്രിമ വൃക്കയിലൂടെ ശുദ്ധീകരിക്കുന്ന രീതിയാണ് ഹീമോഡയാലിസിസ്. അടുത്ത് നമ്മൾ പറഞ്ഞു, ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് തോമസ് മുറേ ആണ്. അതിൽ തോമസ് മുറേയും ജോൺ ഹാർട്ട്വെലും എന്ന് ഇവിടെ ഈ റാങ്ക് ഫയലിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ PSCയുടെ ചോദ്യത്തില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൊക്കെ തോമസ് മുറേ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ തോമസ് മുറേ കൃത്യമായിട്ട് പഠിച്ചേക്കുക. 1900 എന്താണ് പറഞ്ഞത്? ജോസഫ് മുറേ എന്നൊക്കെ കണ്ടിട്ടുണ്ട് കുറെ സ്ഥലത്ത്. ജോസഫ് മുറേ എന്ന്. സോറി തോമസ് അല്ല, ജോസഫ് ഞാൻ പെട്ടെന്ന് തെറ്റിപ്പോയതാ. ജോസഫ് മുറേ കേട്ടോ, സോറി, വായിച്ചതിൽ തെറ്റിപ്പോയതാ. ഞാൻ ഇതിന്റെ പോൾ ഇട്ടപ്പോഴത്തേക്കും തോമസ് മുറയും ജോസഫ് മുറയും 2 ഓപ്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അത് കാരണം എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ, സോറി. അപ്പോ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് ജോസഫ് മുറയാണ്. ഓക്കെ, ജോസഫ് മുറേ, താങ്ക് യു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് ജോസഫ് മുറേ 1954 ഓക്കെ, 1954 ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവമായ വൃക്ക മാറ്റിവെച്ചത് ആരാണ്? ജോസഫ് മുറേ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആര്? വില്യം ജോഹാൻ കോൾഫ്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തതാണ് വില്യം ജോഹാൻ കോൾഫ്. ഇതുപോലെ മറ്റൊരു ഐറ്റം വരും, കാൽവിൻ കോഫി. ഇതുപോലെ മറ്റൊരാളാണ് കാൽവിൻ കോഫി കണ്ടുപിടിച്ച അവയവം എന്ന് ചോദിക്കും. കാൽവിൻ കോഫി കണ്ടുപിടിച്ച അവയവമാണ് മെസൻഡറി. കാൽവിൻ കോഫി കണ്ടുപിടിച്ച അവയവമാണ് മെസൻഡറി. ഇത് രണ്ടും പഠിക്കുക. ഇതുപോലെ കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ഐറ്റങ്ങൾ ഇട്ട് നമ്മളെ തെറ്റിപ്പിക്കാനാണ് PSC നോക്കുന്നത്. അതുകൊണ്ട് പഠിക്കുക. ഒന്നുകൂടെ പറയാം, കാൽവിൻ കോഫി കണ്ടുപിടിച്ച അവയവം മെസൻഡറി. ഇനി വില്യം ജോഹാൻ കോൾഫ് കണ്ടുപിടിച്ചത് എന്താണ്? ആർട്ടിഫിഷ്യൽ കിഡ്നി. ഓക്കെ, അടുത്ത് കാപ്പി, ചായ, ആൽക്കഹോൾ തുടങ്ങിയ വസ്തുക്കൾ മൂത്രോത്പാദനം കൂട്ടുന്നവയാണ്. അതിനാൽ ഇവയെ ഡയൂററ്റിക്സ് എന്ന് പറയുന്നു. മൂത്രോത്പാദനം കൂട്ടുന്നത് ഡയൂററ്റിക്സ്. ആന്റി ഡയൂററ്റിക് ഹോർമോൺ വാസോപ്രസിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ വാസുണ്ണന്റെ കഥയൊക്കെ പറഞ്ഞു തന്നാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വൃക്കയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാക്ക്, അത് നെഫ്രോളജി എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അതേതാണ്? റെനിൻ അല്ലെങ്കിൽ റെനൽ, അല്ലെ? അത് റീനൽ അല്ലെങ്കിൽ റെനിൻ. സോ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻസൈമാണ് എന്ത്? റെനിൻ. അപ്പൊ ആ റെനിന്റെ ഫംഗ്ഷൻ എന്ത് ചോദിക്കും. റെനിന്റെ ഫംഗ്ഷൻ എന്ത്? ധമനികൾ അല്ലെങ്കിൽ ആർട്ടറികളിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ സമ്മർദ്ദം നിയന്ത്രിക്കുന്നതാണ് ആര്? റെനിന്റെ ജോലി. മനസ്സിലായില്ലേ? ധമനികളിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ സമ്മർദ്ദം നിയന്ത്രിക്കുന്നതാണ് റെനിന്റെ ജോലി. ഇനി അടുത്തത്, മൂത്രത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹെമറ്റൂറിയ. ശ്രദ്ധിക്കുക, മൂത്രത്തിൽ രക്തം. അപ്പോ രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി കേട്ടോ. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. അപ്പൊ മൂത്രത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഏത്? ഹെമറ്റൂറിയ. മൂത്രത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന അവസ്ഥ ഹെമറ്റൂറിയ. അടുത്ത്, മൂത്രത്തിൽ ഹീമോഗ്ലോബിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന അവസ്ഥയാണ്
ഹീമോഗ്ലോബിനോനൂറിയ. ഹീമോഗ്ലോബിനൂറിയ, മൂത്രത്തില് ഹീമോഗ്ലോബിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹീമോഗ്ലോബിനൂറിയ. അപ്പോ ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിലെ രക്തത്തിന് നിറം നൽകുന്ന, വർണ്ണവസ്തുവാണ് ഏത്? ഹീമോഗ്ലോബിൻ. നമ്മുടെ ശരീരത്തിലെ രക്തത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ആ ഹീമോഗ്ലോബിൻ പുരുഷന്മാരിൽ 14 മുതൽ 16 ഗ്രാം വരെ പെർ 100 മില്ലിലിറ്റർ ബ്ലഡ്. പുരുഷന്മാരിൽ 14 മുതൽ 16 ഗ്രാം വരെയാണ് കാണപ്പെടുന്നത്. അത് PSC ചോദിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ്. 14 മുതൽ 16 ഗ്രാം വരെ പെർ 100 മില്ലിലിറ്റർ ബ്ലഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പോയിന്റുകൾ 2-3 പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. രക്തത്തിൽ യൂറിയയുടെ അളവ് വർദ്ധിക്കാൻ ഇടയാക്കും. രക്തത്തിൽ യൂറിയയുടെ അളവ് അത് വർദ്ധിക്കും. അത് 2 വൃക്കകളും തകരാറിലാവുമ്പോൾ, അതാണ് യൂറീമിയ. 2 വൃക്കകളിലും തകരാറാവുമ്പോ കിഡ്നി 2 വൃക്കയും അടിച്ചു പോയി കഴിഞ്ഞാൽ യൂറിയയുടെ അളവ് കൂടുന്നത് യൂറീമിയ. മൂത്രത്തില് രക്തത്തിന്റെ സാന്നിധ്യം കൂടുതലാവുന്നത് ഹേമറ്റൂറിയ. മൂത്രത്തില് ഹീമോഗ്ലോബിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഹീമോഗ്ലോബിനൂറിയ. മൂത്രത്തില് ഹീമോഗ്ലോബിന്റെ സാന്നിധ്യം കൂടുതലാണെങ്കിൽ അത് ഹീമോഗ്ലോബിനൂറിയ. അടുത്ത് നമ്മുടെ കിഡ്നി ഇതാ നിങ്ങൾ കാണുന്നുണ്ട്. കിഡ്നി കാണുന്നുണ്ട്. അപ്പൊ ആ കിഡ്നിയുടെ തൊട്ട് മുകളിൽ ഒരു ഓറഞ്ച് കളറിൽ 2 സംഭവം ഇരിപ്പുണ്ട് അല്ലെ. കിഡ്നിയുടെ തൊട്ട് മുകളിൽ ഓറഞ്ച് കളറിൽ ഒരു സംഭവം ഇരിപ്പുണ്ട്. അതാണ് അഡ്രിനൽ ഗ്ലാൻഡ്. മനസ്സിലായില്ലേ? കിഡ്നിയുടെ തൊട്ട് മുകളിൽ ഓറഞ്ച് കളറിൽ ഒരു സംഭവം ഇരിപ്പുണ്ട്. അതാണ് എന്ത്? അഡ്രിനൽ ഗ്ലാൻഡ്. അങ്ങനെയാണെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, അഡ്രിനൽ ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. എന്താണ്? കോർട്ടിസോൾ എന്നും അഡ്ഡോസ്റ്റിറോൺ. അഡ്രിനൽ ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. അഡ്രിനൽ ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. എന്ത് ഹോർമോൺസ് ആണ്? സ്റ്റിറോയിഡ് ഹോർമോൺസ് സച്ചസ് കോർട്ടിസോൾ ആൻഡ് അൽഡോസ്റ്റിറോൺ. അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സ്റ്റിറോയിഡ് ഹോർമോൺ ആണ് കോർട്ടിസോളും അൽഡോസ്റ്റിറോണും. സോ അത് മാത്രമാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ്. ഓക്കെ, എ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ അഡ്രിനൽ ഗ്ലാൻഡ് മേക്സ് അഡ്രിനാലിൻ ഓർ എപ്പിനെഫ്രിൻ. ഈ എപ്പിനെഫ്രിനും കോർട്ടിസോളും സ്റ്റെറോയിഡും ഒക്കെ നമ്മൾ ഹോർമോൺസ് എന്ന സെക്ഷൻ എടുക്കുമ്പോൾ, അതായത് ഗ്രന്ഥികൾ എടുക്കുമ്പോൾ കംപ്ലീറ്റ് എടുക്കും. പക്ഷെ ഈ കിഡ്നിയുടെ മുകളിൽ വന്നിരിക്കുന്ന അഡ്രിനൽ ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? കോർട്ടിസോളും അൽഡോസ്റ്റിറോണും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് അത് പറഞ്ഞു പോകുന്നതാണ്. അത് ഹോർമോൺ സെക്ഷൻ വരുമ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അത് വൃത്തിയായിട്ട് എടുക്കും. ഓക്കെ, അടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയകൾ. ഓക്കെ, നമ്മള് കിഡ്നിയുടെ ശസ്ത്രക്രിയ പറഞ്ഞു അല്ലെ. കിഡ്നി മാറ്റിവെച്ചത് ആരാണ്? ജോസഫ് മുറെ. കിഡ്നി മാറ്റിവെച്ചത് ജോസഫ് മുറയാണ് 1954-ലാണ്. എന്നാ ഹൃദയ ശസ്ത്രക്രിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൃദയ ശസ്ത്രക്രിയ ആ പോർഷനിൽ ചോദിച്ചിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ക്രിസ്ത്യൻ ബർണാഡ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ക്രിസ്ത്യൻ ബർണാഡ് ആണ്. 1967 ഡിസംബർ 3. ഓക്കെ, അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ക്രിസ്ത്യൻ ബർണാഡ് ആണ്. 1967 ഡിസംബർ 3 സൗത്ത് ആഫ്രിക്കയിലെ ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റലിലാണ് ഈ ക്രിസ്ത്യൻ ബർണാഡ് എന്ത് ചെയ്തത്? ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഓക്കെ, ഇതിനകത്ത് അത്ര ഇമ്പോർട്ടന്റ് ഉള്ളൂ. 1967 ഡിസംബർ 3 സൗത്ത് ആഫ്രിക്കയിലെ ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റലിലാണ് ഈ ക്രിസ്ത്യൻ ബർണാഡ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഇനി ഈ ക്രിസ്ത്യൻ ബർണാഡിന്റെ ആത്മകഥ എന്ത്? ക്രിസ്ത്യൻ ബർണാഡിന്റെ ആത്മകഥയാണ് വൺ ലൈഫ് സെക്കൻഡ് ലൈഫ്. ക്രിസ്ത്യൻ ബർണാഡിന്റെ ആത്മകഥ വൺ ലൈഫ് സെക്കൻഡ് ലൈഫ്. ഇത് ചോദിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ബർണാഡിന്റെ ആത്മകഥ ഏത്? വൺ ലൈഫ് സെക്കൻഡ് ലൈഫ്. ഓക്കെ, ക്രിസ്ത്യൻ ബർണാഡിന്റെ ആത്മകഥ വൺ ലൈഫ് സെക്കൻഡ് ലൈഫ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ആത്മകഥകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചോണം. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ അങ്ങനെ ആ രീതിയിലുള്ള ആത്മകഥകളൊക്കെ കംപ്ലീറ്റ് പഠിച്ചോണം. 1 മാർക്ക് ഉറപ്പുള്ള ഐറ്റമാണ്. അപ്പൊ അടുത്ത് സൗത്ത് ആഫ്രിക്കയിലെ ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റലിൽ 1967 ഡിസംബർ 3 ക്രിസ്ത്യൻ ബർണാഡ് ഹൃദയം മാറ്റിവെച്ചു. ഓക്കെ, അപ്പൊ ലോകത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇനി ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന വർഷം 1994 ഓഗസ്റ്റ് 3. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് 1994 ഓഗസ്റ്റ് 3 അല്ലെ.
ഓഗസ്റ്റ് 4-നാണ് ജോർജ് കുട്ടി ധ്യാനത്തിന് പോയത് അല്ലെ? ഓഗസ്റ്റ് 4-നാണ് ജോർജ് കുട്ടി ധ്യാനത്തിന് പോയത്. അതൊന്നും ഓർമ്മിക്കരുത്. 1994 ഓഗസ്റ്റ് 3 ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. 1994 ഓഗസ്റ്റ് 3 ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ്. അപ്പോ ഒരു ചോദ്യം ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. എയിംസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എയിംസിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. എയിംസിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 1994 ഓഗസ്റ്റ് 3 ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടന്നു. അത് നടത്തിയത് ആര്? ഡോക്ടർ വേണുഗോപാൽ. ആരാണ് നടത്തിയത്? ഡോക്ടർ വേണുഗോപാലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആര്? കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കോ പെരിയപുറം. ഓക്കെ, എറണാകുളം ജില്ലയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എറണാകുളം ജില്ലയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. 2003 മെയ് 13, 2003 മെയ് 13 എറണാകുളം ജില്ലയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ജോസ് ചാക്കോ പെരിയപുറം എന്ന ഡോക്ടറാണ് കേരളത്തിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. അടുത്തത്, കൃത്രിമ ഹൃദയം. ലോകത്തിലെ ആദ്യ കൃത്രിമ ഹൃദയം ഏതാണ്? ജാർവിക് 7. ലോകത്തിലെ ആദ്യ കൃത്രിമ ഹൃദയം ഏതാണ്? ജാർവിക് 7. അപ്പോ ജാർവിക് 7 ലോകത്തിലെ ആദ്യ കൃത്രിമ ഹൃദയമാണ്. ജാർവിക് 7 രൂപകൽപ്പന ചെയ്തത് ആര്? ജാർവിക് 7 രൂപകൽപ്പന ചെയ്തത് റോബർട്ട് കെ ജാർവിക്. ഓക്കെ, ജാർവിക് 7 രൂപകൽപ്പന ചെയ്തത് റോബർട്ട് കെ ജാർവിക് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള മെയിൻ ഐറ്റമാണ് ഏത്? അസ്ഥി വ്യവസ്ഥ. മനസ്സിലായില്ല? നമുക്ക് പഠിക്കാനുള്ള മെയിൻ ഐറ്റമാണ് അസ്ഥി വ്യവസ്ഥ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാനുള്ളത്, അസ്ഥി വ്യവസ്ഥയെ പറ്റി പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. വേറെ ഒന്നും ചെയ്യണ്ട. ഞാനിപ്പോ ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ ഉണ്ടല്ലോ, അത് അതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? മൊബൈലിന്റെ വാൾപേപ്പർ ആയിട്ട് വെച്ചാൽ മതി. എളുപ്പം പഠിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോ ഈ അസ്ഥി വ്യവസ്ഥയില് ഈ തല, നട്ടെല്ല്, റിബ് കേജ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയണേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഈ അസ്ഥി വ്യവസ്ഥയില് തല, നട്ടെല്ല്, റിബ് കേജ്, തലയുണ്ട്, തലയോട്ടി, നട്ടെല്ല്, പിന്നെ റിബ് കേജ്, ഈ 3 പോർഷനും ചേർന്ന് വരുന്നതാണ് ആക്സിയൽ സ്കെൽട്ടൻ. എന്താണ്? തലയോട്ടി, നട്ടെല്ല്, റിബ് കേജ്, ഇവ 3ഉം ചേർന്ന് വരുന്നതാണ് ആക്സിയൽ സ്കെൽട്ടൻ. ഓക്കെ, ചോദിച്ചിട്ടുണ്ട് ആക്സിയൽ സ്കെൽട്ടന്റെ എണ്ണം എത്ര? ആക്സിയൽ സ്കെൽട്ടന്റെ എണ്ണം എത്ര? ആക്സിയൽ സ്കെൽട്ടന്റെ എണ്ണമാണ് 80. അപ്പോ തലയോട്ടിയുടെ എല്ലുകള്, റിബ് കേജിന്റെ എല്ലുകള്, പിന്നെ നട്ടെല്ലിന്റെ എല്ലുകൾ, ഇവയെല്ലാം ചേർന്ന് വരുന്നതാണ് ആക്സിയൽ സ്കെൽട്ടൻ. ആക്സിയൽ സ്കെൽട്ടനിലെ അസ്ഥികളുടെ എണ്ണം 80. ഈ ആക്സിയൽ സ്കെൽട്ടൻ എന്നതിന്റെ മലയാളം അക്ഷാസ്ഥികൂടം. ആക്സിയൽ സ്കെൽട്ടൻ എന്നതിന്റെ മലയാളം അക്ഷാസ്ഥികൂടം. അപ്പോ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 80. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 80. ആക്സിയൽ സ്കെൽട്ടനിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 80. ഇനി ആ ചുവപ്പ് പോർഷൻ, ആ ചുവപ്പ് അല്ലെങ്കിൽ മെറൂൺ കളർ പോർഷൻ വിട്ട് വെളുത്ത പോർഷൻസ് ഒക്കെ ശ്രദ്ധിച്ചേ. കൈയും കാലും, മനസ്സിലായില്ലേ? ആ ചുവപ്പ് കളർ പോർഷൻ വിട്ടിട്ട് വെളുത്ത കളർ പോർഷൻസ് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കൈയും കാലും, ഇതാണ് കോ ആക്സിയൽ സ്കെൽട്ടൻ. എന്താണ്? കോ ആക്സിയൽ സ്കെൽട്ടൻ അല്ലെ? കൈയും കാലുമാണ് കോ ആക്സിയൽ സ്കെൽട്ടൻ. ഈ കോ ആക്സിയൽ സ്കെൽട്ടൻ അല്ലെങ്കിൽ അനുബന്ധാസ്ഥികൂടം, കോ ആക്സിയൽ സ്കെൽട്ടൻ അല്ലെങ്കിൽ അനുബന്ധാസ്ഥികൂടം, ആ അനുബന്ധാസ്ഥികൂടത്തിൽ മൊത്തം 126 എല്ലുകളുണ്ട്. അനുബന്ധാസ്ഥികൂടം അല്ലെങ്കിൽ കോ ആക്സിയൽ സ്കെൽട്ടൻ, അതിനകത്ത് മൊത്തം 126 എല്ലുകളുണ്ട്. ഈ വാല്യൂസ് തെറ്റിപ്പോകാതെ പഠിക്കുക. ഓക്കെ, അപ്പോ കോ ആക്സിയൽ സ്കെൽട്ടൻ അല്ലെങ്കിൽ അനുബന്ധാസ്ഥികൂടം, അവിടെ എത്ര എല്ലുകളുണ്ട്? 126 എല്ലുകളുണ്ട്. ഈ 126 80ഉം കൂടെ കൂട്ടുക. 126 80ഉം കൂടെ കൂട്ടുമ്പോൾ മൊത്തം 206. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 206. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 206. മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 206. ഓക്കെ, നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ കിഡ്നി മാത്രമേ പഠിച്ചോളൂ, ലിവർ പഠിച്ചില്ലല്ലോ എന്ന്. നമ്മൾ ഇപ്പൊ കിഡ്നി പഠിച്ചു തീർത്തു. ഇനി ലിവറും കൂടെ ഇപ്പൊ പഠിക്കാനിരുന്ന ഇതിന്റെ ഇടയിൽ തീരൂല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത ലിവർ അവിടെ വെച്ചിട്ട് എന്ത് സ്കെലറ്റൽ സിസ്റ്റം എടുത്തുകൊണ്ട് വന്നത്. ഓക്കെ, അപ്പോ ഈ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. അത് ഓർക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഈ ഹിന്ദി വാക്ക് 80 എന്ന് പറയുന്ന നമ്പറിന്റെ ഹിന്ദി 80 എന്ന് പറയുന്ന ആ ഒരു ഡിജിറ്റിന്റെ ഹിന്ദി വാക്ക് 80 എന്നാണ്. 80 എന്ന് പറയുന്ന ആ ഒരു നമ്പറിന്റെ ഹിന്ദി വാക്ക് 80 എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ അക്ഷാസ്ഥികൂടം 80, 80, അക്ഷാസ്ഥികൂടം 80, 80, എങ്ങനെയെങ്കിലുമൊക്കെ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി
നമുക്ക് അസ്ഥി പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മുടെ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നത് അസ്ഥികളാണ്. അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 പറഞ്ഞു അല്ലെ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 എന്ന് പറഞ്ഞു. ഇനി കപാലം, ക്രേനിയം, മനുഷ്യന്റെ കപാലമാണ് ക്രേനിയം. ക്രേനിയത്തെ പറ്റിയുള്ള പഠനം ക്രൈനിയോളജി. ക്രൈനിയത്തെ പറ്റിയുള്ള പഠനം ക്രൈനിയോളജി. ആ ക്രൈനിയത്തിൽ മൊത്തം 8 അസ്ഥികളാണുള്ളത്. ക്രൈനിയത്തിൽ മൊത്തം 8 അസ്ഥികളാണുള്ളത്. ഇനി മനുഷ്യന്റെ മുഖത്ത് 14 അസ്ഥികളുണ്ട്. മനുഷ്യന്റെ മുഖത്ത് 14 അസ്ഥികളാണുള്ളത്. മനുഷ്യന്റെ മുഖത്ത് ഫേഷ്യൽ ബോൺ എത്രയാണ്? 14 അസ്ഥി. തലയോട്ടിയിൽ മൊത്തം 29 അസ്ഥികളുണ്ട്. തലയോട്ടിയിൽ മൊത്തം എത്ര അസ്ഥികളുണ്ട്? 29 അസ്ഥി. ഇനി ചെവിയില് 6 അസ്ഥികളുണ്ട്. എത്രയാണ്? ചെവിയിൽ 6 അസ്ഥി. നമ്മൾ പറഞ്ഞു ചെവിയിലെ അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, ടാപ്പിസ്. ഒരു ചെവിയിലെ അസ്ഥി മാലിയസ്, ഇൻകസ്, ടാപ്പിസ്. അങ്ങനെയാണെങ്കിൽ 2 ചെവിയിലും കൂടെ 3x2 അങ്ങനെ മൊത്തം എത്ര അസ്ഥികൾ ഉണ്ടാവും? 6 അസ്ഥികൾ ഉണ്ടാവും. അടുത്ത ചോദ്യമാണ് ഇമ്പോർട്ടന്റ്, ശ്രദ്ധിക്കുക. മനുഷ്യന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? മനുഷ്യന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 7. ഈ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാം. സസ്തനികളുടെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? സസ്തനികളുടെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 7. സസ്തനി എന്ന് പറയുമ്പോൾ കുട്ടികളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവ. സസ്തനി എന്ന് പറഞ്ഞാൽ എന്താണ്? മാമൽസ്. അപ്പോ മാമൽസിന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 7. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. മനുഷ്യന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം അത്ര ചോദിക്കത്തില്ല, പകരം ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ പേരങ്ങ് തരും. എന്നിട്ട് ആ മൃഗത്തിന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയും ചോദിക്കും. അത് മാമലാണെങ്കിൽ അതിനകത്ത് 7 അസ്ഥികളെ കാണത്തുള്ളൂ കഴുത്തിൽ. അത് വെച്ച് ഉത്തരം എഴുതേണ്ടി വരും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഇനി വാരിയെല്ല് അല്ലെ, നമ്മുടെ വാരിയെല്ല് മൊത്തം എത്രയുണ്ട്? 12 ജോഡി വാരിയെല്ലുകൾ അല്ലെങ്കിൽ റിബ്. നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ആ വാരിയെല്ലുകൾ മൊത്തം എത്രയുണ്ട്? 12 ജോഡിയുണ്ട്. 12 ജോഡി അല്ലെങ്കിൽ 24 എണ്ണം. 12 ജോഡി അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? 24 എണ്ണം. ഓക്കെ. നവജാത ശിശുക്കൾ ന്യൂബോൺ ബേബീസ്. നവജാത ശിശുക്കൾ അല്ലെങ്കിൽ ന്യൂബോൺ ബേബീസ് അവരുടെ അസ്ഥികളുടെ എണ്ണം 300 ആണ്. ഇതും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അടുത്ത കാലത്തൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. അടുത്ത കാലത്ത് കുറെ കൂടെ ഇന്റൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഒരിക്കലും ബേസിക്സ് പഠിക്കുന്നത് മറക്കാനും പാടില്ല. അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. അപ്പോ നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? 300 ആണ്. ഇവയെല്ലാം കൂടെ പല രീതിക്ക് ഫ്യൂസ് ചെയ്യും. കമ്പൈൻ ചെയ്ത് കുട്ടി വളരുന്നതനുസരിച്ച് 206 ആയി ഒരു പ്രായപൂർത്തിയായ വ്യക്തിയിൽ 206 അസ്ഥികളായിട്ട് മാറും. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസ്ഥികളിൽ കാണപ്പെടുന്ന മൂലകം ഏത്? അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? അപ്പൊ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ അസ്ഥികൾ അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ, അസ്ഥികളുടെ കെമിക്കൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ രാസഘടന എന്ന് പറയുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. മനസ്സിലായില്ലേ? അസ്ഥികളുടെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞ എന്താണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. പക്ഷെ ആ കാൽഷ്യം ഫോസ്ഫേറ്റ് ആണല്ലോ അസ്ഥികളുടെ കെമിക്കൽ കോമ്പോസിഷൻ. അപ്പോ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് ചോദിച്ചാൽ അത് കാൽഷ്യം ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായില്ലേ? കാൽഷ്യം ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളുടെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഈ ഫോസ്ഫേറ്റ് PO4, മനസ്സിലായില്ലേ? ഫോസ്ഫേറ്റ് PO4 ആണ്. മനസ്സിലായില്ലേ? അപ്പോ അവിടെ ഓക്സിജൻ ആണ് കൂടുതൽ. മനസ്സിലായില്ലേ? PO4 കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ PO4 ആണ്. അപ്പൊ അതിനകത്ത് ഓക്സിജൻ എന്ന് പറയുന്ന എലമെന്റ് ആണ് കൂടുതൽ. ഓക്സിജൻ എന്ന് പറയുന്ന എലമെന്റ് ആണ്. ഓക്കെ. അപ്പോ മനുഷ്യന്റെ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യ അസ്ഥികളിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതെന്ന് ചോദിക്കും. മനുഷ്യ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ ഏതെന്ന് ചോദിച്ചാൽ അതെന്താണ്? കാൽസ്യമാണ്. മനുഷ്യന്റെ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ ഏതെന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു തോളല് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതുകൊണ്ട് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അടുത്ത് സന്ധികളെ പറ്റി നമുക്ക് പഠിക്കണം അല്ലെ? സന്ധികളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ അത് ഞാനൊന്ന് വേറൊരു ഫോട്ടോ ഇട്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് നോക്കിയേ. ഇതൊന്ന് ശ്രദ്ധിച്ചേടെ. ഗോളര സന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതോ ഒരു ഖാദി ബോർഡ് LD പ്രിലിംസിന് ചോദിച്ച ഐറ്റമാണ്. മനസ്സിലായില്ലേ? ഖാദി ബോർഡ് LD പ്രിലിംസിന് ചോദിച്ച ഐറ്റമാണ് ഈ ഇട്ടിരിക്കുന്ന ഫോട്ടോ.
അപ്പോ അതിൽ ചോദിച്ചത് കയ്യിലെ മറ്റേ മണിബന്ധം ഉണ്ടല്ലോ, കയ്യിലെ മണിബന്ധം, കയ്യിലെ മണിബന്ധം, കാലിലെ ആ പോഷണം, അത് ഏത് അസ്ഥി എന്നാണ് ചോദിച്ചത്. അത് തെന്നി നീങ്ങുന്ന അസ്ഥിയാണ് കയ്യിലെ മണിബന്ധം. പിന്നെ കാലില് അതേപോലെ ഒരു സെക്ഷൻ വരുമല്ലോ, ആംഗിള്, അവിടുത്തെ അസ്ഥി ഏതെന്നാണ് ചോദിച്ചത്. അത് തെന്നി നീങ്ങുന്ന അസ്ഥിയാണ്. ഓക്കെ, കയ്യിലെ മണിബന്ധം, കാലിലെ ആംഗിൾ, ഇവിടെയൊക്കെ വരുന്ന അസ്ഥി തെന്നി നീങ്ങുന്ന അസ്ഥിയാണ്. ഓക്കെ, ഇനി ഈ പറയുന്ന മൂന്നെണ്ണം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പറയുന്ന മൂന്നെണ്ണം ശ്രദ്ധിച്ച് കേൾക്കണം. ആ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യണം. ഗോളരസന്ധി, ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ഗോളരസന്ധി. ഗോളരസന്ധി എന്ന് പറയുമ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ? കൈ പൊക്കണം. ഗോളരസന്ധി എന്ന് പറയുമ്പോൾ നിങ്ങളെ കൈ പൊക്കണം. ഈ കൈ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? തോളിലാണ്. ഗോളരസന്ധി എന്ന് പറയുമ്പോൾ നിങ്ങളെ കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊക്കുക. ഈ കൈ കണക്ട് ചെയ്തിരിക്കുന്നത് തോളല്ലിലാണ്. മനസ്സിലല്ലേ? കൈ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? തോളല്ലിലാണ്, അല്ലെ? അപ്പൊ തോളല്ലിൽ കണക്ട് ചെയ്തിരിക്കുന്ന കൈയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈയെ നമുക്ക് സർക്കുലാർ മോഷനിൽ കറക്കാൻ പറ്റും. തോളല്ലില് കണക്ട് ചെയ്തിരിക്കുന്ന കൈയെ നമുക്ക് സർക്കുലാർ മോഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? കറക്കാൻ പറ്റും, അല്ലെ? ഇനി തിരിച്ച് നമ്മുടെ കാലിലോട്ട് പോവാം. ഓക്കെ, എന്നിട്ട് കിടക്കുക. നിങ്ങൾ കിടക്കുക. കിടന്നതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ഒരു കാലങ്ങ് പൊക്കിയിട്ട് അതിനെ എന്ത് ചെയ്യുക? ആ കാല് മൊത്തം സ്ട്രെയിറ്റ് ആക്കി വെച്ചോണ്ട് ഒന്ന് കറക്കാൻ നോക്കുക. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലല്ലേ? കറക്കാൻ പറ്റും. അപ്പൊ കയ്യിലെ എല്ല് എവിടെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത്? തോളില്. കാലിലെ മെയിൻ, കാല് മൊത്തത്തിൽ എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഇടുപ്പില്. ഈ രണ്ട് ഭാഗവും നമുക്ക് എന്താ പറയുന്നത്? സർക്കുലാർ മോഷനിൽ കറക്കാൻ പറ്റും. സർക്കുലാർ മോഷനിൽ കറക്കാൻ പറ്റിയാൽ അത് ആ സർക്കുലാർ മോഷനിൽ കറക്കാൻ പറ്റുന്നതാണ് എന്ത്? ഗോളരസന്ധി. ഗോളരസന്ധി അല്ലെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇനി അതിന്റെ വലത്തെ സൈഡിൽ എഴുതിയിരിക്കുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥികൾ ഏത്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥികൾ ഏത്? അത് ഏതാണ്? ഗോളരസന്ധിയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥി എന്ന് ചോദിച്ചാൽ അത് ഗോളരസന്ധിയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അതാണ് ഗോളരസന്ധിയുടെ പ്രത്യേകത. ഓക്കെ, ഇനി വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ വീട്ടില് കഥ ഉണ്ടാകും. കഥകിന്റെ വിജാഗിരി ഓർമ്മിച്ചാൽ മാത്രം മതി. ഈ വിജാഗിരി സന്ധി എന്ന് പറയുമ്പോൾ ഒരിക്കലും ബാക്കിലോട്ട് പോവില്ല. നിങ്ങളുടെ കൈ ഒന്ന് നൂത്ത് പിടിക്കുക. കൈ നൂത്ത് പിടിക്കുക, മടക്കുക. കൈ നൂത്ത് പിടിക്കുക, മടക്കുക. കാല് നൂത്ത് പിടിക്കുക, മടക്കുക. ഓക്കെ, കാല് നൂത്ത് പിടിക്കുക, മടക്കുക. അതാണ് ഏത്? വിജാഗിരി സന്ധി. ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് സ്ട്രെയിറ്റ് ആവും എന്നല്ലാതെ ബാക്കിലോട്ട് പോവില്ല. അപ്പോ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിവുള്ള അസ്ഥികളാണ് വിജാഗിരി സന്ധി. അതിന്റെ എക്സാമ്പിള് കൈമുട്ട്, കാൽമുട്ട്. ഓക്കെ, വിജാഗിരി സന്ധി അതിന്റെ എക്സാമ്പിള് കൈമുട്ട്, കാൽമുട്ട്. കീലസന്ധി. കീലസന്ധിയാണ് PSCക്ക് കുറച്ചുകൂടെ, PSC ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഐറ്റമാണ് കീലസന്ധി. കാര്യം അത് ഒരെണ്ണേ ഉള്ളൂ കീലസന്ധി. മനസ്സിലായില്ലേ? കീലസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ കീലസന്ധി. മറ്റേത് ഗോളരസന്ധി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 4 എണ്ണം കാണും. വിജാഗിരി സന്ധി അതും മൊത്തം 4 എണ്ണം കാണും. പക്ഷെ കീലസന്ധി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് എന്താണ്? കീലസന്ധി അല്ലെങ്കിൽ പൈവോട്ട് ജോയിന്റ്. കീലസന്ധി അല്ലെങ്കിൽ പൈവോട്ട് ജോയിന്റ്. ഈ പൈവട്ട് എന്ന് പറഞ്ഞ പൈവട്ടൽ, PIVOTAL, പൈവട്ടൽ എന്ന വാക്കിന്റെ മീനിങ് വെരി ഇമ്പോർട്ടന്റ് എന്നാണ്. പൈവട്ടൽ എന്ന വാക്കിന്റെ മീനിങ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് എവിടെയായിരിക്കും കാണുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസിലാണ്. കഴുത്തിന്, അല്ലെ? തലയോടിനും നട്ടലിന്റെയും മുകളിൽ, തലയോടും നട്ടലും തമ്മിൽ ചേരുന്ന ആ കഴുത്തിന്റെ ഭാഗത്താണ് ഈ പൈവോട്ടൽ ജോയിന്റ് കാണപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോയിന്റ് ആണ്. തലയോടിനെയും നമ്മുടെ ശരീരത്തിലെ നട്ടലിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് ആര്? ഈ പൈവോട്ടൽ ജോയിന്റ്. ഇനി ഈ ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു. ഒരു അസ്ഥി മറ്റൊരു അസ്ഥിയുടെ മുകളിലിരുന്ന് 2 ദിശകളിലേക്കും തിരിയും. അല്ലാതെ വേറെ മൂവ്മെന്റ് ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഒരു അസ്ഥി മറ്റൊരു അസ്ഥിയുടെ മുകളിലിരുന്ന് 2 ദിശകളിലേക്കും തിരിയും. അതാണ് ഏത്? പൈവോട്ടൽ ജോയിന്റ് അല്ലെങ്കിൽ കീലസന്ധി. ഇനി നമുക്ക് നോക്കാനുള്ള കുറച്ച് ഐറ്റങ്ങളോട് നോക്കാനുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി, നമ്മള് തോളല്, ഇടുപ്പല്ല് അതെല്ലാം ഇപ്പൊ പറഞ്ഞത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ആണെന്ന് ചോദിച്ചാൽ അത് ഫീമറാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമറാണ്, അല്ലെങ്കിൽ തുടയല്ല്. ഫീമറാണ് അല്ലെങ്കിൽ തുടയല്ല്. അപ്പോ തുടയല്ല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ്. ഇനി ചെറിയ അസ്ഥി നിങ്ങൾക്ക് അറിയാം ഏതാണ്? സ്റ്റേപ്പിസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ് പറഞ്ഞതാ. ഇനി സ്റ്റേപ്പിസ് ചെറുതാണെങ്കിൽ ഇങ്ങോട്ട് നോക്കി, തുടയിൽ അസ്ഥി ഫീമർ ആണ്. തുടയിൽ അസ്ഥി ഫീമർ. ഇനി
നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഹോംവർക്ക് ചെയ്യാതെ ചെല്ലുമ്പോൾ നമ്മളെ മുട്ടുകാലിൽ നിൽക്കാൻ പറയും, മുട്ടുകുത്തി നിൽക്കാൻ പറയും അല്ലെ? സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ ഹോംവർക്ക് ഒക്കെ ചെയ്യാതെ ചെല്ലുമ്പോഴത്തേക്ക് മുട്ടുകുത്തി നിൽക്കാൻ പറയും. അങ്ങനെ മുട്ടുകുത്തി നിൽക്കാൻ പറയുമ്പോൾ നമ്മൾ പറയും പറ്റൂല. മുട്ടുകുത്തി നിൽക്കാൻ പറയുമ്പോൾ നമ്മൾ എന്താ പറയും? പറ്റൂല എന്ന് പറയും അല്ലേ? അപ്പോ മുട്ടുചിരട്ട അല്ലെങ്കിൽ കാൽമുട്ടിലെ അസ്ഥി, മുട്ടുചിരട്ട അല്ലെങ്കിൽ കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് എന്ത്? പറ്റല്ല. ഹോംവർക്ക് ചെയ്യാതെ ചെല്ലുമ്പോ മുട്ടുകുത്തി നിൽക്കാൻ പറയും. മുട്ടുകുത്തി നിൽക്കാൻ പറയുമ്പോൾ നമ്മൾ പറയും പറ്റൂല. അപ്പോ കാൽമുട്ടിലെ അസ്ഥിയാണ് പറ്റല്ല. ഓക്കെ, കാൽമുട്ടിലെ അസ്ഥിയാണ് എന്ത്? പറ്റല്ല. ദെൻ തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു, അറിയാം. അടുത്ത് തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്, അല്ലെങ്കിൽ എന്താണ്? മാൻഡിബിൾ. തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല് അല്ലെങ്കിൽ മാൻഡിബിൾ. ഇനി ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടലിനേൽക്കുന്ന ചില ക്ഷതങ്ങൾ ശരീരത്തെ നേരെ നിർത്തുന്ന നട്ടലിനേൽക്കുന്ന ചില ക്ഷതങ്ങൾ ആജീവനാന്തമുള്ള തളർച്ചയ്ക്ക് കാരണമാകും. ശ്വാസകോശം, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലാണ്. 24 വാരിയെല്ലുകളുണ്ട്. 24 വാരിയെല്ലുകളുണ്ട്. ഇവയാണ് എന്ത് ചെയ്യുന്നത്? ശ്വാസകോശത്തിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത്. ഇനി ഏറ്റവും ബലമുള്ള എല്ല് കീഴ്ത്താടി എല്ലാണ്. ഏറ്റവും ബലമുള്ള എല്ലാണ് കീഴ്ത്താടി എല്ല്. അതിന് നമ്മൾ എന്ത് പറയുന്നു? മാൻഡിബിൾ എന്ന് പറയുന്നു. ഓക്കെ, കീഴ്ത്താടി എല്ല് മാൻഡിബിൾ എന്ന് പറയുന്നു. മേൽത്താടി എല്ല് മാക്സില്ല. മേൽത്താടി എല്ല് എന്ത് പറയുന്നു? മാക്സില്ല. മേൽത്താടി എല്ല് മാക്സില്ല എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, കീഴ്ത്താടി എല്ല് മാൻഡിബിൾ, മേൽത്താടി എല്ല് മാക്സില്ല. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമായ രാസവസ്തു കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. നമ്മൾ പറഞ്ഞു കാൽസ്യം ഫോസ്ഫേറ്റ്. ദെൻ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ ഏത്? അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ ഏതായിരിക്കും? അപ്പോ അസ്ഥികളുടെ രാസ ഫോർമുല ഏതെന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റ്. അപ്പൊ അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാരണമായത് ഏതാ? കാൽസ്യവും ഫോസ്ഫറസും. ഓക്കെ, കാൽസ്യവും ഫോസ്ഫറസും. ബാക്കി ഇത് വലിയ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഇത്രയും കൂടെ ഉണ്ട്. ഇത്രയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയും കൂടെ ശ്രദ്ധിച്ചിരിക്കുക. കീഴ്ത്താടി എല്ല് പറഞ്ഞു. ഓക്കെ, സ്റ്റേപ്പിസ് പറഞ്ഞു. നട്ടലിന്റെ ഇതൊന്ന് പറയാം. അടുത്ത ചോദ്യം, നട്ടലിലെ ആദ്യ കശേരു ഏത്? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. നട്ടലിലെ ആദ്യ കശേരു അറ്റ്ലസ്. പഠിക്കുമ്പോ ഇങ്ങനെ ഓർത്താൽ മതി. ആദ്യ കശേരു അറ്റ്ലസ്. നട്ടലിലെ ആദ്യ കശേരു അറ്റ്ലസ്, അവസാന കശേരു കോക്സിസ്. നട്ടലിലെ ആദ്യ കശേരു അറ്റ്ലസ്, അവസാന കശേരു കോക്സിസ്. അടുത്ത 2-3 ഐറ്റം നമ്മൾ പറഞ്ഞതാണ്. ഏതാണ്? മാൻഡിബിൾ, കീഴ്ത്താടിയെല്ല്, ഏറ്റവും ശക്തമായ അസ്ഥി പറഞ്ഞു. അടുത്തത് കാൽക്കേനിയസ് അസ്ഥി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കാലിലാണ്. മനസ്സിലായില്ലേ? കാൽക്കേനിയസ് അസ്ഥി സ്ഥിതി ചെയ്യുന്നത് കാലിന്റെ ഉപ്പൂറ്റി. കാൽക്കേനിയസ് അസ്ഥി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കാലിന്റെ ഉപ്പൂറ്റി. ഓക്കെ, ഇനി ടീബിയ, ഫീമർ, എന്നതാണ് കാലിന്റെ പ്രധാന അസ്ഥി. പഠിക്കുക. ടീബിയ, ഫീമർ, ഫിബുല ഇതാണ് കാലിലെ പ്രധാന അസ്ഥി. കൈയിലെ പ്രധാന അസ്ഥികളാണ് ഏതൊക്കെ? റേഡിയ, അൾന, ഹ്യൂമറസ്. കൈയിലെ പ്രധാന അസ്ഥികളാണ് റേഡിയ, അൾന, ഹ്യൂമറസ്. റേഡിയസ്, അൾന, ഹ്യൂമറസ്. ഇത് വേറെ കണക്ട് ചെയ്യാൻ ഐറ്റമൊന്നുമില്ല, കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, കൈയിലെ പ്രധാന അസ്ഥികളാണ് റേഡിയസ്, അൾന, ഹ്യൂമറസ്. ഓക്കെ, വിരലിലെ അസ്ഥിയാണ് ഫലാഞ്ചസ്. വിരലിലെ അസ്ഥികളാണ് ഏത്? ഫലാഞ്ചസ്. ഇനി 2 അതിലധികമോ അസ്ഥികൾ ചേർന്നിരിക്കുന്ന 2 അതിലധികമോ അസ്ഥികൾ ചേർന്നിരിക്കുന്ന ഭാഗത്ത് എന്ത് നമുക്ക് പറയാം? സന്ധികൾ എന്ന് പറയാം. അസ്ഥികൾ ചേർന്നിരിക്കുന്ന ഭാഗത്ത് എന്ത് പറയാം? സന്ധി. അസ്ഥികളെ ചലിക്കാൻ സഹായിക്കുന്ന ദ്രാവകമാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. അസ്ഥികളെ ചലിക്കാൻ സഹായിക്കുന്ന ദ്രാവകമാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഇനി ഇടുപ്പിലെ അസ്ഥി അറിയപ്പെടുന്നത് ഏതാണ്ട്? പെൽവിസ്. ഇടുപ്പിലെ അസ്ഥി എന്ന് അറിയപ്പെടുന്നത് പെൽവിസ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC പലതവണ ചോദിച്ചിട്ടുള്ള ഐറ്റമാണ്. എന്താണ് ലിഗമെന്റ്? ഓക്കെ, എന്താണ് ലിഗമെന്റ്? അപ്പോ നിങ്ങൾ നമ്മൾ അസ്ഥികളെയും ഒരസ്ഥിയെ മറ്റൊരസ്ഥിയുമായി കണക്ട് ചെയ്യുന്ന ഐറ്റത്തിന്റെ പേരാണ് ലിഗമെന്റ്. ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കുക, നമുക്ക് തീർത്തിട്ട് പോകാം കേട്ടോ. ഒരു അസ്ഥിയെ മറ്റൊരു അസ്ഥിയുമായി കണക്ട് ചെയ്യുന്ന ഒരു എന്താ പറയുന്ന കണക്റ്റീവ് ടിഷ്യൂ. ഒരു അസ്ഥിയെ മറ്റൊരു അസ്ഥിയുമായി കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗമെന്റ്.
അപ്പൊ അസ്ഥി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എഴുതുന്നത്? എല്ലെന്നല്ലേ എഴുതുന്നേ. അസ്ഥി എന്ന് പറയുമ്പോൾ എന്താ? എല്ല് അല്ലെ. നമ്മൾ മലയാളത്തിലെ എല്ലെന്നാണ് എഴുതുന്നതെങ്കിലും ഇംഗ്ലീഷിലെ എല്ലാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പൊ ഒരു എല്ലിനെ അടുത്തുള്ള എല്ലുമായി കണക്ട് ചെയ്യപ്പെടുന്നത് ആര്? കണക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ലിഗമെന്റ്. ഒരു എല്ലിനെ, അവിടെ എല്ല് എന്ന് പറഞ്ഞാൽ ആ ലെറ്റർ എടുക്കുക, എല്ല്, ക്യാപിറ്റൽ ലെറ്റർ എല്ല്. ആ ഒരു എല്ലിനെ മറ്റൊരു എല്ലുമായി, ആ എല്ലിനെ എല്ലുമായി കണക്ട് ചെയ്യാൻ സഹായിക്കുന്നത് ലിഗമെന്റ് എന്ന് പറയുന്ന സാധനം. ലിഗമെന്റ്, അവിടെയും ഒരു എല്ലുണ്ട്, മനസ്സിലായില്ലേ? എല്ലിനെ എല്ലുമായി കണക്ട് ചെയ്യുന്നത് ലിഗമെന്റ്. അങ്ങനെയാണെങ്കിൽ എല്ലിനെ മസിലുമായി കണക്ട് ചെയ്യുന്നത് ടെൻഡൻ. എല്ലിനെ എല്ലുമായി കണക്ട് ചെയ്യുന്നത് ലിഗമെന്റ്. എൽ ഫോർ ലിഗമെന്റ്. അപ്പൊ 3 എല്ലുകൾ ഇങ്ങനെ അടുപ്പിച്ച് എഴുതുക. എല്ല് ലിഗമെന്റ്. ഇനി എല്ലിനെ മസിലുമായി കണക്ട് ചെയ്യുന്നത് ടെൻഡൻ. അത് അവിടെ സെറ്റ് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യന്റെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം, മനുഷ്യന്റെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 26 ആണ്. മനുഷ്യന്റെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം 26 ആണ്. പക്ഷെ ജനന സമയത്ത് 33 ആണ്. ജനന സമയത്ത് എത്രയാണ്? 33 ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് രണ്ടും PSC ഓപ്ഷൻ ഇടുമ്പോൾ ആ ഓപ്ഷൻസിൽ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഈ 33 എന്ന് പറയുന്നതും 26 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? PSC ഓപ്ഷൻ ഇടുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് ജനന സമയത്ത് കശേരുക്കളുടെ എണ്ണം 33 ആണ്. ജനന സമയത്ത് 300 എല്ല്, അത് ഫ്യൂസായി 206 ആവും. അതുപോലെ ജനന സമയത്ത് നട്ടലില് 33 എല്ലുണ്ട്. ജനന സമയത്ത് നട്ടലില് 33 എല്ലുണ്ട്. അത് ഫ്യൂസായി 26 എല്ലാവും. ഫ്യൂസായി 26 എല്ലാവും. ഓക്കെ. 5 കശേരുക്കൾ കൂടി ചേർന്ന് സാക്രൽ രൂപം കൊള്ളും. 5 കശേരുക്കൾ കൂടി ചേർന്ന് സാക്രൽ രൂപം കൊള്ളും. 4 കശേരുക്കൾ രൂപം ചേർന്ന് കോക്സിസ് രൂപം കൊള്ളും. അടുത്ത് നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. എല്ലാ സസ്തനികളുടെയും കഴുത്തിൽ 7 കശേരുക്കൾ. അത് പറഞ്ഞു. അസ്ഥികളുടെ നടുക്കാണ് അസ്ഥി മജ്ജ കാണപ്പെടുന്നത്. അസ്ഥികളുടെ നടുക്കാണ് അസ്ഥി മജ്ജ കാണപ്പെടുന്നത്. അസ്ഥികളുടെ നടുക്കാണ് അസ്ഥി മജ്ജ കാണപ്പെടുന്നത്. ആ അസ്ഥി മജ്ജയിലാണ് ശ്വേതരക്താണുക്കൾ, അരുണരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ, ശ്വേതരക്താണുക്കൾ, അരുണരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ തുടങ്ങിയവയെല്ലാം എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കപ്പെടുന്നത്. ഇനി സന്ധിവാദം, സന്ധിവീക്കം, ഗൗട്ട്. നേരത്തെ പറഞ്ഞു തന്നതാണ്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിക് ആസിഡ് ഫോർമേഷൻ ആണ് ഗൗട്ട്. സന്ധിവാദം, സന്ധിവീക്കം, വിഷമഭംഗം, കണ, ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ മലേഷ്യ എന്നിവ അസ്ഥിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ്. എന്താണ്? ഓസ്റ്റിയോ മലേഷ്യ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ്, സന്ധിവാദം, സന്ധിവീക്കം, ഗൗട്ട്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ ഫോം ചെയ്തുണ്ടാവുന്ന സന്ധിക്കുള്ള ബുദ്ധിമുട്ടാണ് ഗൗട്ട്. പിന്നെ സന്ധിവീക്കം, വിഷമഭംഗം, ഇവയെല്ലാം അസ്ഥിയെ ബാധിക്കുന്ന രോഗമാണ്. അപ്പോ ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാല് അസ്ഥികളുടെ ഉള്ളിൽ, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ അസ്ഥികളുടെ കട്ടി കുറഞ്ഞ് അതിനകത്ത് സുഷിരങ്ങൾ വീഴും. മനസ്സിലല്ലേ? അസ്ഥികളുടെ കട്ടി കുറഞ്ഞ് സുഷിരങ്ങൾ വീഴും. ഈ സുഷിരങ്ങൾ എന്ന് പറയുമ്പോൾ ഹോൾസ് ആണ് അല്ലെ? സുഷിരങ്ങൾ എന്ന് പറയുമ്പോൾ ഹോൾസ് ആണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഹോളിനെ നമുക്ക് 000 എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അസ്ഥികള് കട്ടി കുറഞ്ഞ് അതിനകത്ത് സുഷിരങ്ങൾ വീഴും. അത് ഹോളുകളായിട്ട് കൺസിഡർ ചെയ്യാം. ആ ഹോളുകളെ നമുക്ക് 000 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും O എന്ന് പറഞ്ഞ ഡിജിറ്റ് നമ്പർ ആയിട്ടൊക്കെ എടുക്കാം. അപ്പോ ലോക ഓസ്റ്റിയോപോറോസിസ് ദിനം എന്നൊന്ന് ചോദിച്ചാൽ അത് ഒക്ടോബർ 20. ലോക ഓസ്റ്റിയോപോറോസിസ് ദിനം എന്നൊന്ന് ചോദിച്ചാൽ അത് എന്നാണ്? ഒക്ടോബർ 20 ആണ്. മനസ്സിലായി? ലോക ഓസ്റ്റിയോപോറോസിസ് ദിനം എന്നെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 20. ആ ഒക്ടോബർ എന്ന് പറയുന്നത് O. അവിടെ ഒരു O ഉണ്ട്. എന്താ? അസ്ഥികളുടെ സുഷിരം എപ്പോഴും എന്ത് ഷേപ്പിലായിരിക്കും? ആ 0യുടെ ഷേപ്പിലായിരിക്കും. അത് വെച്ച് കണക്ട് ചെയ്യുക. ഒക്ടോബർ 20 ലോക ഓസ്റ്റിയോപോറോസിസ് ദിനം. ഓക്കെ. ഇനി അസ്ഥികളുടെ എല്ലുകൾ അതെല്ലാം നട്ടെല്ല് 26 എല്ല് പറഞ്ഞു. വാരിയെല്ല് 24 എല്ല് പറഞ്ഞു. മാറല്ല് അല്ലെങ്കിൽ സ്റ്റേണം ഒരെല്ല്. തോളല്ല് 4 എണ്ണം. തോളിലെ എല്ല് 4 എണ്ണം. കയ്യിൽ 60, കാലിൽ 60. ഇടുപ്പല്ലിൽ എത്ര? 2. ഈ വാല്യൂസ് എല്ലാം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തലയിലുള്ളത് എത്ര? 29. നട്ടലിലുള്ള എത്ര? 26. വാരിയല്ല് 24. ഇനി മാറല്ല് 1. അത്രയെങ്കിലും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ. ഇനി അവസാനം കിടന്ന് ഇത്രയും പോയിന്റ് ഇവിടെ വായിക്കാനുള്ളൂ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ഡി അല്ലെങ്കിൽ എന്താണ്? കാൽസിഫെറോൾ. ആ കാൽസിഫെറോളിന്റെ കുറവ് മൂലം
എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽഷ്യം കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്, കണ. കുട്ടികളിൽ കാണപ്പെടുന്ന രോഗമാണ് കണ. യൂറിക് ആസിഡിന്റെ കാര്യം നമ്മൾ ആൾറെഡി പറഞ്ഞു. ഓക്കെ, അടുത്ത എല്ലുകൾ പൊട്ടി മാംസം തുളച്ച് പുറത്തു വരുന്ന അവസ്ഥയാണ് വിഷമഭംഗം. എല്ലുകൾ പൊട്ടി മാംസം തുളച്ച് പുറത്തു വരുന്ന അവസ്ഥയാണ് വിഷമഭംഗം. എല്ല് പൊട്ടലുണ്ടായി എല്ല് പുറത്തിരിക്കുന്നത് വിഷമഭംഗം. കാൽസ്യം ഫോസ്ഫേറ്റ്, അസ്ഥികളുടെ രാസഘടന കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്, അത് പറഞ്ഞു. ഇനി എല്ല് വളമായി ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായി എന്തുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. എല്ല് വളമായി ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായി എന്തുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ചെന്നൈയിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞതൊക്കെ ഓക്കെ ആണോ? പറയടേ കുട്ടികളെ, പറയൂ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നൊരു 10 ചോദ്യമുണ്ട്, പോളുണ്ട്. അതിപ്പോ ഞാൻ ചോദിക്കാൻ, നിങ്ങൾ ചോദിച്ചാല് പറയാൻ സമയമുണ്ടോ? അവിടെ സമയമുണ്ടോ? പറഞ്ഞേ, പറയടേ. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏത്? പറഞ്ഞേ, മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിൽ കരളാണ്. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം കരളാണെങ്കിൽ 1 മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് റേറ്റ് അളവ് എത്ര? പറഞ്ഞേടെ. 127. 1 മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറൂലാർ ഫിൽട്രേറ്റിന്റെ അളവ് എത്ര? 127. അങ്ങനെയാണെങ്കിൽ അടുത്തത്, ഒരു സെക്കൻഡ്, വേൾഡ് ഓസ്റ്റിയോപോറസിസ് ഡേ എന്ന് ഒക്ടോബർ 20. അടുത്തത് നോക്കിക്കേ, കൃത്രിമ വൃക്ക നിർമ്മിച്ചത് ആര്? വില്യം ജോഹാൻ കോർഫ്. കൃത്രിമ വൃക്ക നിർമ്മിച്ചത് വില്യം ജോഹാൻ കോൾഫ് ആണ്, അല്ലെ? കൃത്രിമ വൃക്ക വില്യം ജോഹാൻ കോൾഫ്. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ചോദ്യം, ഒരു സെക്കൻഡ്, കൃത്രിമ വൃക്ക നിർമ്മിച്ചത് വില്യം ജോഹാൻ കോൾഫ്. ഇനി ഒരു സെക്കൻഡ്, മൊത്തത്തിൽ പണിയായ. അടുത്ത്, അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാ? അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. അടുത്ത, ജിറാഫിന്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എത്ര? പറയാമോ? ജിറാഫിന്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7. വെരി ഗുഡ്. കാര്യം എന്താണ്? സസ്തനികളുടെ കഴുത്തിൽ എത്ര കശേരുക്കൾ ഉണ്ടാവും? 7. ജിറാഫിന്റെ കഴുത്തില് എത്ര കശേരുക്കൾ ഉണ്ടാവും? 7 ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു മിനിറ്റ്, ഇത് മൊത്തത്തിൽ എന്തോ കണ്ടു കിടക്കണം. അടുത്തത്, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇത് ഉത്തരം പറയാൻ പറ്റും? ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് പറയാമോ? പറ്റല്ല, കറക്റ്റ് ആണ്. കാര്യം എന്തുവാ? പറ്റല്ല എന്ന് പറയുന്നത് എവിടെ? കാൽമുട്ടിലെ അസ്ഥിയാണ് പറ്റല്ല. ബാക്കി റേഡിയസ്, അൾന, ഹ്യൂമറസ് എല്ലാം എവിടത്തെ അസ്ഥിയാ? കൈയിലെ അസ്ഥി. റേഡിയസ്, അൾന, ഹ്യൂമറസ് എല്ലാം എവിടത്തെ അസ്ഥിയാണ്? കൈയിലെ അസ്ഥിയാണ്, അല്ലെ? അടുത്തത്, ഇത് കീലസന്ധിക്ക് ഉദാഹരണം ഏത്? പറഞ്ഞേ, കീലസന്ധിക്ക് ഉദാഹരണം ഏത്? കീലസന്ധിക്ക് ഉദാഹരണമാണ് കഴുത്ത്. കറക്റ്റ് ആണ്. കീലസന്ധി ഒന്നേ ഉള്ളൂ. കീലസന്ധിക്ക് ഉദാഹരണമാണ് കഴുത്ത്. കീലസന്ധി എന്തരേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അടുത്തത്, കീലസന്ധിക്ക് ഉദാഹരണം കഴുത്ത്, അത് കഴിഞ്ഞു. 1 മിനിറ്റ് രൂപപ്പെടുന്ന, അത് കഴിഞ്ഞു. അടുത്ത്, ഓക്കെ, ഇത് പറഞ്ഞേടെ. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റ് ഏത്? പറഞ്ഞേ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഞാൻ ലിവർ പറഞ്ഞില്ലേ ആദ്യം? ലിവർ എത്ര ഗ്രാം വെയിറ്റ് ഉണ്ടെന്നാ പറഞ്ഞേ? 1500. അപ്പൊ ഇവിടെ ലിവറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അടിച്ചു വെച്ചിരിക്കുന്നത് 1800 ഗ്രാം ആണ്. അപ്പൊ അതാണ് തെറ്റ്. മനസ്സിലായില്ലേ? അപ്പോ
ലങ്സിന്റെ വെയിറ്റ്, ഒരു ലങ്സിന്റെ വെയിറ്റ് 600 മുതൽ 700 ഗ്രാം വരെ. ഒരു ലങ്സിന്റെ വെയിറ്റ് 600 മുതൽ 700 ഗ്രാം വരെ. ഹാർട്ടിന്റെ വെയിറ്റ് 300 ഗ്രാം. ഹാർട്ടിന്റെ വെയിറ്റ് 300 ഗ്രാം ആണ്. ബ്രെയിനിന്റെ വെയിറ്റ് 1400 ഗ്രാം ആണ്. ബ്രെയിനിന്റെ വെയിറ്റ് 1400 ഗ്രാം ആണ്. ലിവറിന്റെ വെയിറ്റ് 1500 ഗ്രാം ആണ്. ഓക്കെ, ലിവറിന്റെ വെയിറ്റ് എത്രയാണ്? 1500 ഗ്രാം ആണ്. ഓക്കെ, അപ്പൊ മൊത്തം 10 പോളേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഓക്കെ അല്ലേ? ഓക്കെ സാർ, താങ്ക് യു സാർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് സാർ. ഓക്കെ, പോയി വരും. ഗുഡ് നൈറ്റ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.